ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് ജന്മം കൊണ്ടും ഖബർ കൊണ്ടും ഈ നാട്ടുകാരനല്ല. അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന താൽക്കാലികമായ വീട് ഈ നാട്ടിലില്ല. ഇപ്പോൾ ബർസഖി വിഷമത്തിൽ കഴിയുന്ന വീടും ഈ നാട്ടിലല്ല. ജന്മം കൊണ്ടും മരണം കൊണ്ടും ഈ നാട്ടുകാരനല്ലാത്ത അദ്ദേഹത്തെ ഈ നാട്ടിലുള്ള നിങ്ങൾ എന്തിനാണ് നെഞ്ചിലേറ്റിയത് എന്നാണ് ഈ രാത്രിയിൽ ചിന്തിക്കേണ്ടത്. കർമ്മം കൊണ്ടാണ്. ജനിച്ചു എന്നതൊരു വിഷയമല്ല, മരിച്ചു എന്നതും ഒരു വിഷയമില്ല. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നത് മാത്രമാണ് നാട്ടുകാർ നോക്കുന്നത്. ജനിക്കാൻ എല്ലാവരും ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മരിക്കാൻ കുറെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അനുസ്മരണ സമ്മേളനം വേണമെങ്കിൽ, ആളുകൾ തോളിലേറ്റണമെങ്കിൽ ഇടയ്ക്ക് ഈ പുള്ളി എന്താ ചെയ്തത് എന്നാണ് സമൂഹം നോക്കുന്നത്. അള്ളാഹു നോക്കുന്ന അങ്ങനെ തന്നെയാണ്. ശൈത്താനും ശ്രമിക്കുന്നത് ആ 2 പോയിന്റിലാണ്. പ്രസവ സമയത്ത് ഒരു കുഞ്ഞിനെ ശൈത്താൻ തീരെ നുള്ളുന്നില്ല, സ്പർശിക്കുന്നില്ല എന്നൊന്നല്ല, പക്ഷെ വല്ലാതെ ഉപദ്രവിക്കണില്ല. ഇടയിലുള്ള ഈ ജീവിതത്തിലാണ് ഉടക്കുകളൊക്കെ വരുന്നത്. അവിടെയാണ് കാസിം ഉസ്താദ് താരാകുന്നത്. അവരുടെ കർമ്മത്തിൽ, അവർ മർമ്മത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊപ്പിച്ചവരാണ്. കർമ്മം മർമ്മമായിരിക്കണം. കർമ്മം എപ്പോഴാണ് മർമ്മത്തിൽ കൊള്ളുക? ഇൽമു അമലുണ്ടാവുമ്പോൾ. ഇൽമു അമല് എപ്പോഴാണ് വാനലോകത്തും ഭൂമി ലോകത്തും പരക്കെ പ്രതാപം പോലെ പ്രസരിക്കുക? ആ ഇൽമു അമലും ചെയ്യുന്ന ആൾക്ക് ഖുശൂ ഉണ്ടാവുമ്പോൾ, ഭക്തി. കാസിം ഉസ്താദ് ഈ വിഷയത്തിൽ മുൻനിരക്കാരനായിരുന്നു. ഒരുപക്ഷെ വേഷഭൂഷാദികളെ കൊണ്ട്, വീട് കൊണ്ട്, ഭൗതികമായ വിഭവങ്ങളെ കൊണ്ടും പത്രാസ കൊണ്ടും അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാത്ത ആളായിരിക്കാം. ആൺകുട്ടികൾ ശ്രദ്ധിക്കുന്നത് ഇതൊന്നുമല്ല എന്ന് നിങ്ങളുടെ ഈ നാട്ടുകാർ തെളിയിച്ചിട്ടുണ്ട്. നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് ബഹുമാന്യനായ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, നിങ്ങളിൽ പലരും പ്രയാസങ്ങളുടെ വേലിയേറ്റുണ്ടാവുമ്പോൾ ആ മനുഷ്യന്റെ റൂമിൽ പോയിട്ട് കരയാറുണ്ടെന്ന്. എന്തിനാണ് കരയുന്നത്? ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഖലീഫയായി ജീവിച്ചു എന്നതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഖലീഫക്ക് അള്ളാഹുവിൻ്റെ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. റഹ്മാൻ, റഹീം. ഈ 2 ഗുണങ്ങൾ കാസിം ഉസ്താദിന്റെ വ്യക്തിത്വത്തിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു എന്നാണ് ഞാനും വായിച്ചതും കേട്ടതും. അതുകൊണ്ട് ആ കാസിം ഉസ്താദ് ജനദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ് മൺമറയപ്പെട്ടാലും കബറടക്കപ്പെട്ടാലും ജനങ്ങളുടെ സ്നേഹത്തിന്റെ വിരിമാറിൽ നിന്നും കൽബിന്റെ ഓർമ്മയുടെ ഓളത്തിൽ നിന്നും അദ്ദേഹം മദ്ഫൂനല്ല, മറവ് ചെയ്യപ്പെട്ട ആളല്ല. അതിനു മാത്രം അദ്ദേഹം ജനങ്ങളുടെ ഉള്ളിലേക്ക് വേരൂന്നി ഇറങ്ങിയ ആളാണ്. ഒരു ഊത്തുകൊണ്ട് പാറിപ്പോകുന്ന സ്നേഹമല്ല നിങ്ങൾക്കൊന്നും അദ്ദേഹത്തിനോടുള്ളത്. ആ കാസിം ഉസ്താദ് ഈ നാട്ടിന്റെ ഒരു പ്രമാണമായിരുന്നു. ആത്മീയ പ്രയാണത്തിന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിരുന്ന ഒരു മാതൃകാ യോഗ്യനായിരുന്നു കാസിം ഉസ്താദ്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ മറ്റൊന്ന്, ഖദ് അഫ്ലഹ മൻ തസക്കാ, ശുദ്ധീകരണ പ്രക്രിയയാണ്. ശുദ്ധീകരണം പ്രധാനമായ 4 നിലയിലുണ്ട്. 4ഉം ഖുർആൻ അംഗീകരിച്ചതും ആവശ്യപ്പെട്ടതുമാണ്. ഒന്ന് വസ്ത്രം ശുദ്ധീകരിക്കലാണ്. വസ്ത്രം ശുദ്ധീകരിക്കേണ്ടതാണ്. നജസ്തായ വസ്ത്രവുമായി നിസ്കരിച്ചാൽ അസാധുവാണ്. വസിയാബക ഫതഹിർ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. 2 ശരീരത്തിന്റെ ശുദ്ധീകരണം അതും ആവശ്യമാണ്. ഇത് 2ഉം ഫിസിക്കലി ശുദ്ധീകരണമാണ്. അശണ്ടകളിൽ നിന്ന്, നജസ്സുകളിൽ നിന്ന് വസ്ത്രത്തെയും ശരീരത്തെയും ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. 3ാമത്തൊരു ശുദ്ധീകരണമുണ്ട്. അത് ശരീരത്തിന്റെ അവയവങ്ങളെ ദോഷങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇനിയൊരു ശുദ്ധീകരണം ഉണ്ട്. അത് ഹൃദയത്തെ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഈ 4ഉം ആവശ്യമാണ്. അതിൽ ഹൃദയ ശുദ്ധീകരണം അത്യാവശ്യവുമാണ്.
ആ ശുദ്ധീകരണ പ്രക്രിയ നടത്തിയവൻ വിജയിച്ചു എന്ന് അസന്നിഗ്ധമായിട്ട് ഖുർആൻ പറയുകയാണ്. ഖദ് അഫ്ലഹ മൻ തസക്കാ. അവിടെയും കാസിം ഉസ്താദ് A+ വാങ്ങി ജേതാവായി നേതാവായി പ്രോജ്വലിച്ച് നിൽക്കുകയാണ്. അള്ളാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഖദ് അഫ്ലഹ മൻ തസക്കാ. ഹൃത്തടത്തിന് ശുദ്ധീകരണ പ്രക്രിയ നടത്തിയവനില്ലേ? ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, റിയാഇൽ നിന്ന്, ഹിർസിൽ നിന്ന്, ഉജ്ബിൽ നിന്ന്, ശഹ്വത്തിൽ നിന്ന്, ഹവയിൽ നിന്ന് ശുദ്ധീകരണ പ്രക്രിയ നടത്തി സ്ഫുടം ചെയ്തവനില്ലേ? അവൻ വിജയിച്ചവനാണ്. അങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നാൽ പിന്നെ അവന്റെ നാവിൽ സംഭവിക്കുന്നത് വദക്കറസ്മ റബ്ബിഹി, അവൻ അല്ലാഹനെ ഓർത്ത്, അല്ലാഹനെ പറഞ്ഞ്, അല്ലാഹനെ കേട്ട്, അല്ലാഹനെ ചിന്തിച്ച്, അല്ലാഹനെ മനനം ചെയ്ത് അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലി സദാ നിരതനാ. ഫസല്ലാ, നിസ്കാരത്തിൽ കാർക്കശ്യം ഉള്ളവനുമാണ്. അപ്പൊ 3 കാര്യം റബ്ബിന് സമർപ്പിച്ചു. 1 ഖൽബ്, ഖദ് അഫ്ലഹ മൻ തസക്ക. 2 നാവ്, വദക്കറസ്മ റബ്ബിഹി. 3 ശരീരം മുഴുവനും ഫസല്ല. ഇത് 3ഉം ഖുർആൻ ആവശ്യപ്പെട്ടതാണ്. 3ഉം സമർപ്പിക്കണം. നാവ് എപ്പോഴും ദിക്ർ കൊണ്ട് പച്ചയാവണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാണ്. ഇത് കൊയ്ത്തുരാവാണ്. കാസിം ഉസ്താദിനെ പോലെയുള്ള ആബിദീങ്ങൾക്ക് കൊയ്ത്തുരാവാണ്. സ്വലാത്തിന്റെ രാവാണ്, ദിക്റിന്റെ രാവാണ്. മുസ്തഫ നബി മദീന പള്ളിയിലേക്ക് വെള്ളിയാഴ്ച രാവിൽ വന്നാൽ പറയാറുണ്ടായിരുന്നു, മർഹബൻ ബിലൈലത്തിൽ ലത്തീഫ്, മർഹബൻ ബിലൈലത്തിൽ മഗ്ഫിറ. പാപമോചനത്തിന്റെ രാവിനാണ് സ്വാഗതം. ആയിരക്കണക്കിന് ആളുകളെ നരകീയ ജ്വാലയിൽ നിന്ന് സുഖവാസ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്താൻ മഗ്ഫിറത്തിന്റെ രാവ് വന്നു. ആ രാവിന് തന്നെ സ്വാഗതം. തൂബാ ലിമൻ അമില ഫീഹാ ഖൈറാ. ആ രാവിൽ നന്മകൾ ചെയ്തവനാണ് സകല മംഗളവും. വൈലുൽ ലിമൻ അമില ഫീഹാ ശർറാ. ആ രാവുകളിൽ തിന്മ ചെയ്ത ആളുകൾക്കാണ് സർവനാശവും. വെള്ളിയാഴ്ച രാവിലായി പള്ളിയിൽ വന്ന അള്ളാന്റെ റസൂല് പറയാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സ്വലാത്തിന്റെ രാവാണ്, അമലിന്റെ രാവാണ്, ഇസ്തിഗ്ഫാറിന്റെ രാവാണ്, സൂറത്തുൽ കഹ്ഫിന്റെ രാവാണ്, സ്വതക്കയുടെ രാവാണ്, മരണമോർത്ത് കരയേണ്ട രാവാണ്, ഖബറോർത്ത് വിങ്ങേണ്ട രാവാ, മദീനയിലേക്ക് ഹൃദയങ്ങൾ ചാഞ്ചാടേണ്ട രാവാ, പുണ്യനബിയുടെ ഓർമ്മയിലായി കണ്ണുകൾ നിറയേണ്ട രാവാ, മദീനയിലേക്ക് സ്വലാത്ത് സലാമുകൾ അലമാല പോലെ, തിരമാല പോലെ അതരങ്ങളിൽ നിന്ന് അടർന്നു വീണ് തലതല്ലി തകരേണ്ട രാവാ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. കാസിം ഉസ്താദ് എന്ന മഹാമനീഷിയുടെ ഓർമ്മയുടെ മുമ്പിൽ ഈ മഹത്തായ സ്വർഗീയ ഭൂമികയിൽ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി ഈ രാവിൽ ഒരുമിച്ചുകൂടിയ എന്റെ സ്നേഹസമാന പുഷ്പങ്ങൾക്ക് സമാനം സദസ്സിൽ പ്രശോഭിതരായിരിക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ യുവാക്കളെ, കാരണവന്മാരെ, മറയിൽ അതബോടെ സാഗൂതം ഈ മുത്തഅല്ലിമിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, പെണ്ണുങ്ങൾ വളരെ ലളിതമായും സൈലന്റായും, ആണുങ്ങൾ ഇത്തിരി ആവേശത്തോടെ ഉച്ചയിസ്തരോ മുത്തുനബിയുടെ പച്ചക്കുബ്ബയെ ഹൃത്തടത്തിൽ ഭാവന ചെയ്തു ഒരു 3 സ്വലാത്ത് ചൊല്ലുമോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
اللهم صل على محمد يا ربي صل عليه وسلم. മദീന മുനവ്വറയുടെ കസ്തൂരി മണ്ണിൽ നിദ്ര കൊള്ളുന്ന പുണ്യപ്പുമാന വെള്ളിയാഴ്ച ആശക്കയങ്ങളായ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മുഴക്കി ഒഴുക്കി വിടുന്ന സ്വലാത്ത് കൊണ്ട് ആവേശഭരിതനായി പ്രത്യുപകാരത്തിന്റെ പ്രാർത്ഥനകൾ പുഞ്ചിരിയിൽ പൊതിഞ്ഞ് കൈമാറുന്ന പവിത്രമായി രാവിനെ സാക്ഷിയെടുത്ത് ഈ സദസ്സിൽ നിന്ന് അള്ളാന്റെ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്ത് തവസ്സുലാക്കി നമുക്കൊന്ന് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. പടച്ചവനെ സദസ്സിനെ കബൂലാക്കണേ റബ്ബേ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനുകൾ മുഅ്മിനാത്ത് ഞങ്ങളുടെ വരവ് പറച്ചില് കേൾക്കല് പകരല് നുകരല് പടച്ചവനെ സംഘാടനം സംഗമം സംഭാവന എല്ലാം കബൂലാക്കി ഇതിന്റെ സവാബിന് നിന്റെ അഹബ്ബായ ഞങ്ങളുടെ ഷഫീആയ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ പവിത്ര ഹദ്റത്തിൽ എത്തിച്ച് മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന കണ്ണിയത്തോര ബറക്കത്ത് കൊണ്ട് വലിയുള്ളാഹി ശംസുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ പാവങ്ങളായ ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ ദീനിനു വേണ്ടി എല്ലാം മറന്ന് ബ്രെയിനും ശരീരവും കൽബും കൊടുത്തോടി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങളുടെ ഖതീബ് ബഹുമാനായ റഷീദ് ഫൈലു ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അദ്ദേഹത്തിനെയും ഞങ്ങളെയും സകല ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാ. മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ വന്നിരുന്നപ്പോൾ തന്നെ ഖബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യക്ക് പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചവരുണ്ട് റബ്ബേ. അവരുടെ ഖബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക് ഈ സവാബ് എത്തിച്ച് ഖബർ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ബഹുമാനായ ഫൈലു ഉസ്താദിന്റെ പിതാവ് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. സലാമത്തിന്റെ ബാബ് തുറന്നു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ സദസ്സിൽ പങ്കെടുത്ത ആണുങ്ങൾ പെണ്ണുങ്ങൾ യുവാക്കൾ കുട്ടികൾ പ്രായമുള്ളവര് മുത്തഅല്ലിമീങ്ങൾ ആലിമീങ്ങളോ റബ്ബുൽ ആലമീനേ ഓരോ വിഭാഗം ആളുകൾക്കും അവരുടെ മേഖലയിൽ നീ ഖൈറും ബർക്കത്തും മികവും ശേഷിയും ക്ഷേമുഷിയോ ഗ്രാഹ്യശേഷിയും കൊടുക്കണേ റബ്ബേ. നിന്റെ പൊരുത്തം നൽകണേ അല്ലാ. നിന്റെ സന്തോഷം സുരക്ഷിതത്വം സംരക്ഷണം നൽകണേ അല്ലാ റബ്ബേ. ഞങ്ങളെ ഈ സദസ്സിനെ ഖൈബാക്കല്ല അല്ലാ. പ്രിയപ്പെട്ടവരെ ദീർഘമായൊന്നും പറയുന്നില്ല. കാസിം ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ദുന്യവിയായ വിഭവങ്ങൾ ശേഖരിച്ചൊരു ധനാഢ്യനായി എന്നതോ പല സ്ഥലങ്ങളിലും ബിസിനസ് തുടങ്ങി എന്നതോ നിങ്ങളൊക്കെ ഒരു വലിയ ബിസിനസ്സിലേക്ക് പാർട്ണർമാരാക്കി എന്നതോ ഒന്നുമല്ല. അങ്ങനെ ഒന്നുമല്ല ഈ സ്നേഹം. കാസിം ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സൂറത്തുൽ കഹ്ഫിന്റെ ലാസ്റ്റ് പറഞ്ഞതാണ്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. ഇതാണ് കാരണം ഇതൊന്നുമല്ല. ദുന്യവി ജീവിതം പടച്ചോന്റെ ഖുർആൻ ജീവിതമായിട്ട് കണ്ടിട്ടേ ഇല്ല. സൂറത്തുൽ മുൽക്ക് പറഞ്ഞേനെ ഖലഖ അൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും ഹസന അമലാന്ന. മൗത്തു ഹയാത്തോ പറഞ്ഞത്. കാരണം ഒരു മൗത്ത് അതിനേശമുള്ള ഹയാത്ത്. ഈ ഹയാത്ത് ഹയാത്തല്ല, ഇത് അയ്യാമുൽ മൗത്താണ്. അയ്യാമുൽ ഹയാത്ത് ആഖിറാണ്. ഇത് അയ്യാമുൽ മൗത്താണ്. ഇതിവിടെ നമ്മൾ ആരും ജീവിക്കണില്ല, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഇത് കാസിം ഉസ്താദ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് നേരത്തെ റഷീദ് ഫൈലു ഉസ്താദ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വേഷം, അദ്ദേഹത്തിന്റെ വാച്ച്, അദ്ദേഹത്തിന്റെ ബനിയൻ, അദ്ദേഹത്തിന്റെ കസേര, അദ്ദേഹത്തിന്റെ ഭവനം, അദ്ദേഹത്തിന്റെ റൂം, അദ്ദേഹത്തിന്റെ ഭക്ഷണം, ഇത് തലേ കയറിയിട്ടില്ല. وآثر الحياة الدنيا فإن الجحيم هي المأوى. സഹാബാക്കളൊക്കെ അങ്ങനെ ഒരായത്ത് കണ്ട് ഇറങ്ങിയ അത് അമല് കൊണ്ടുവന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മാ തുഹിബ്ബു എന്നുള്ള ആയത്ത് ഇറങ്ങിയത്. നിങ്ങൾക്ക് സ്വർഗം സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കണം, അപ്പോഴേ സ്വർഗം കിട്ടൂ എന്ന അർത്ഥമുള്ള ആയത്തിറങ്ങിയപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിനിടയിൽ ഇങ്ങനെ ആക്കി. നിസ്കാരത്തിന്റെ ഇടയിൽ
എല്ലാവരും അത്ഭുതപ്പെട്ടു. നിസ്കാരത്തിനിടയിൽ എന്താ അങ്ങനെ ആക്കുന്നത്? ഓപ്പറേറ്റർ സൗണ്ട് ഒന്ന് കൂട്ടിയിട്ടാ, സൗണ്ട് ഒന്നും കൂടി കൂട്ടിയേ. ഇതിൻ്റെയൊക്കെ വാടകങ്ങൾ വാങ്ങൽ ജായിസാണെങ്കിൽ ഇതൊക്കെ തുറക്കണം. ലൻ തനാലുൽ ബിർറ, അങ്ങനൊക്കെ നിങ്ങളെടുത്തുണ്ട്, പൂട്ടി വെച്ചാണ് അല്ലേ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്നത് വരെ നിങ്ങൾ അൽബിറിന് എത്തിക്കൂല. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം സ്വർഗ്ഗം എത്തിക്കൂല എന്നാ. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാത്ര ഇറങ്ങിയപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു ഇങ്ങനെ ആക്കി. ആളുകൾ വെച്ചു നിസ്കാരത്തിനിടയിൽ ഇങ്ങനെ ആക്കി എന്തെന്ന് വെച്ച്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചോന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നവരെ സ്വർഗം കിട്ടൂല എന്നല്ലേ പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയാണ് അപ്പുറത്തെ സൊഫിൽ ഉണ്ടായിരുന്നത്. അപ്പം അവൻ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ എന്നെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞതാണ് ഈ ആയത്ത് ഇറങ്ങിയപ്പോഴേ. ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ ആ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചോന്റെ മാർഗത്ത് കൊടുക്കാനേ നിന്നെ ഞാൻ മോചിപ്പിച്ചടാന്ന് പറഞ്ഞതാണ്. കാരണം അവരെ തലേക്ക് കയറി ആഖിറത്തിന്റെ ചിന്ത. അപ്പം ആ സ്പോട്ടിൽ അമൽ ചെയ്തു. ഇതായിരുന്നു സഹാബാക്കൾ. പലിശയുടെ ആയത്തിറങ്ങിയപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നീച്ചു പറഞ്ഞു, എനിക്ക് തിരിച്ച് കാശ് തരാനുള്ളവർക്കൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു. ആദ്യം പലിശ വ്യാപാരിയായിരുന്നു. ആയത്തിറങ്ങിയപ്പോൾ ബ്രേക്ക് ഇട്ടു. നീ മേലാൽ എനിക്ക് തരാനുള്ളവര് പൈസ ഇല്ലെങ്കിൽ തരണ്ട, കൂടുതലുള്ളത് ഏതായാലും വേണ്ട, അല്ലാത്തവരും തരണ്ടെന്ന് പറഞ്ഞു. ചിന്തിക്കണം നിങ്ങള്. അവരുടെ ഇടയിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും ആഖിറത്തിന്റെ അലച്ചയിൽ അറിയാതെ സംഭവിച്ചു പോയതാണ്. ആഖിറത്തിന്റെ അലച്ചയിൽ അറിയാതെ സംഭവിച്ചു പോയതാണ്. ദുനിയാവിന്റെ അലച്ചയിൽ സംഭവിച്ചതല്ല. അവരുടെ ഹൃദയം റഹ്മാഉ ബൈനഹുമതാണ്. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ നിങ്ങള്, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മഹാനായ അബൂദർ കൂടി ഒരു അഭിപ്രായ വ്യത്യാസം, അത് സംഘർഷത്തിന്റെ വക്കിലെത്തി. ഏറ്റുമുട്ടൽ അല്പം കൂടിപ്പോയി. അതിനിടയിൽ വെളുവെളുത്ത സുന്ദരനായ അബൂദർ കറുകറുത്ത കാപ്പിരിയായ ബിലാലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, യബ്ന സൗദാ, യബ്ന സൗദാ, കറുത്ത പെണ്ണിന്റെ മോനെ മിണ്ടിപ്പോകരുത്. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മളോട് പറഞ്ഞാൽ കറുത്ത പെണ്ണിന്റെ മോനെ മുണ്ടാൻ പാടില്ല. ഉമ്മാനിട്ടിട്ടാണ് പറയുന്നത്, ഉമ്മാനിട്ടിട്ടാണ് പറയുന്നത്. അത് ബിലാലിന് വല്ലാത്ത ഷോക്കായി റളിയല്ലാഹു അൻഹു. ആ കറുത്ത മുത്തിനെ കെട്ടിപ്പിടിച്ച് മുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നാളെ എവിടെ ദ്വാരുന്നപ്പോൾ ഒരാൾ ഭയങ്കര സ്ട്രോങ്ങിൽ ആമ്യം പറഞ്ഞിട്ട് കസാരിയിൽ നിന്ന് വീണ് നോക്കും. മൂപ്പര് കറുകറുത്ത ആളാണ്. മൂപ്പർക്ക് മാത്രം പോരല്ലോ, വെളുത്ത ആൾക്കാർക്കും കറുത്ത ആളെ കിട്ടണ്ടേ. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് കെട്ടിപ്പിടിച്ച് മുത്താൻ അള്ളാഹു തൗഫീഖ്. എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ച സ്വഹാബാക്കളിൽ ഒരാളാണ് സയ്യിദുനാ ബിലാൽ. ഈ കറുകറുത്ത അമ്മിക്കുട്ടി പോലെയുള്ള മനുഷ്യനെ നോക്കിയിട്ട് അബൂദർ എന്ന വെളുത്ത സുന്ദരൻ അറിയാതെ പറഞ്ഞു ഈ വാക്കുകളുടെ കസർത്തുകൾക്കിടയിൽ, യബ്ന സൗദാ, കറുത്ത പെണ്ണിന്റെ മോനെ മുണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞു. ഇത് വല്ലാതെ മനസ്സുകൊണ്ട് അവർ കണ്ണീരോടുകൂടി ഇലാ ഹളറത്ത് റസൂലില്ലാ. നിങ്ങളെന്താ ഒന്ന് ആവേശത്തോടെ സലാത്തല്ലാത്തത്? ഒന്ന് വേണമെന്ന് കരുതിയിട്ട് താടിമെന്നൊക്കെ കൈയെടുത്ത് തൊള്ള ഓർന്നിട്ടാണ് ചെല്ലിക്കാണി. അങ്ങനെ ഉണ്ടല്ലോ, സംഗതി വേണമെന്ന് വിചാരിച്ച് ചെയ്യണതും എന്നാ പിന്നെ അയക്കാട്ടെ എന്ന് പറഞ്ഞ് കൊട്ടണോ രണ്ടാണ്. ഒന്ന് വേണമെന്ന് കരുതിയിട്ടൊക്കെ നാളെ തടിമൊക്കെ പിടിക്കുന്ന സംഗതികളാണെന്നുള്ള ബോധത്തോടു കൂടി ഒന്ന് ഉറക്ക ചൊല്ലി, മുഹമ്മദ് മുസ്തഫ, നമ്മുടെ സ്വലാത്തും സലാമും അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ എങ്ങനെയാണ് കേൾക്കാതിരിക്കുക? നുബുവത്തിന്റെ റിസാലത്തിന് മുമ്പ് തന്നെ കല്ലുകൾ പറയുന്ന സലാം കേട്ടിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോ വെള്ളിയാഴ്ച രാവിൽ കൽബ് തുറന്നുകൊണ്ട് ചൊല്ലുന്ന സലാത്തും പറയുന്ന സലാമും കേൾക്കാതിരിക്കുമോ? മദീനയിൽ നിന്ന് മറുപടി കിട്ടിയാൽ, മദീനയിൽ നിന്ന് സലാമൊന്ന് മടക്കി കിട്ടിയാൽ ഭാഗ്യം തുടങ്ങിയില്ലേ? വിജയം കൈവന്നില്ലേ? ഇസ്സത്ത് കൈവല്യമായില്ലേ? പ്രതാപം പ്രകാശിച്ചില്ലേ? ക്ലേശങ്ങൾ നീങ്ങിപ്പോയില്ലേ? ദുനിയാവിനോട് മടുപ്പ് തോന്നിയില്ലേ? പരലോകം നെഞ്ചിൽ തറച്ചില്ലേ? മാമിൻ മുസ്ലിമിൻ യുസല്ലിമു അലൈഹി ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹി ഹത്താ അറുദ്ദ അലൈഹിസ്സലാം. എന്റെ ഉമ്മത്ത് എവിടെ വെച്ചുകൊണ്ട് എപ്പോൾ എനിക്ക് വേണ്ടി സലാം പറഞ്ഞാലും അത് ഞാൻ അറിയുമേ, പ്രതികരണം നടത്തുമേ എന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കേ മുത്ത് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ.
النبي حاضرون اعلموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 نبينا وحبيبنا محمد മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്. അള്ളാഹിന്റെ റസൂലിന് മുമ്പ് പോയിട്ട് ബിലാൽ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കറുകറുത്ത മനുഷ്യനെ നോക്കിയിട്ട് ചോദിച്ചു, എന്തുണ്ട് ബിലാൽ, എന്നെ അബൂദർ കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചു കളഞ്ഞു യാ റസൂലല്ലാഹ്. ഈ കറുകറുത്ത കാപ്പിരിക്ക് വേണ്ടി ലോകസുന്ദരനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ചുവന്ന കളർ കയറി. ഈ കറുകറുത്ത കാപ്പിരിക്ക് വേണ്ടി ദേഷ്യം പിടിച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ അബൂദറിനെ കാത്തിരിക്കുകയാണ്. വന്നപാടെ മുസ്തഫ നബി ചോദിച്ചു, യാ അബൂദർ അഫീക ശൈഉം മിൻ അംരിൽ ജാഹിലിയ സംസ്കാരം മുഴുവനും പോയിട്ടില്ല എന്ന് കുറഞ്ഞപ്പോഴും എന്റെ കൂടെ ഉണ്ടോ? നീ കാടനാണോ? ജാഹിലിയ കാടത്ത് ഇപ്പോഴും പേറി നടക്കുകയാണോ അബൂദറെ? എന്റെ ബിലാലിനെ നീ വിഷമിപ്പിച്ചോ അബൂദറെ? നമ്മളാണെങ്കിലോ എന്താ ഓനെ ചേർത്തി പിടിച്ചിട്ട് ഉസ്താദ് എന്നെ മാത്രം ശകാരിക്കുന്നവർക്ക് ദർസ് ഒഴിവാക്കി പോകും അല്ലേ? ദർസ് വലിച്ചെറിഞ്ഞു പോകും. എന്താ ഞങ്ങളുടെ ഉള്ള പ്രശ്നം എന്താന്ന് പരിശോധിക്കാതെ അന്വേഷിക്കാതെ ഉസ്താദ് എന്നെ എങ്ങനെ ശകാരിക്കണം? എന്താ ഉസ്താദിനെ ഒഴിവാക്കി പോവും. ഇതല്ല ശിഷ്യന്മാര്, ഇതല്ല മുതൽ, ഇത് വേറെയാണ്. ഇത് കേട്ടപ്പോഴേക്ക് അബൂദറിന്റെ കണ്ണു നിറഞ്ഞു സങ്കടം കൊണ്ട്. പിന്നെ ശുദ്ധിയുള്ള മനുഷ്യന്റെ തീരുമാനം നോക്കൂ. എന്തിനാ നീ മുത്തുനബിയോട് പറഞ്ഞത് എന്ന് ബിലാലിനോട് തട്ടിക്കയറിയില്ല. ബിലാലിനോട് മിണ്ടാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല. മറിച്ച് മഹാനരായ അബൂദർ റളിയല്ലാഹു തആല അൻഹു മുസ്തഫ നബിയുടെ ഈ ശകാരം കേട്ടപ്പോൾ ആ കറുകറുത്ത കുറിയ കാഫിരിയില്ലേ സയ്യിദുനാ ബിലാൽ, പള്ളിയിൽ വാങ്കുലി മുഴക്കുന്ന മുഅദ്ദിന്മാർക്ക് നാളെ നേതൃത്വമായി സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് മുന്നിൽ കൊടിയും പിടിച്ചുകൊണ്ട് മുഅദ്ദിന്മാരെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേതാവായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽക്കൽ വീണുകൊണ്ട് ഈ വെളുവെളുത്ത സുന്ദരനായ അബൂദർ പറയുകയാണ്, ബിലാലേ എന്റെ കവളത്തൊന്ന് ചവിട്ടണം ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പിന്തിരികയാ, ഞാൻ ചവിട്ടൂല അബൂദറേ. ബിലാലേ നിന്റെ ആ കറുകറുത്ത തടിച്ച കാലുകൊണ്ട് ഈ വെളുവെളുത്ത കവളത്ത് ചവിട്ടിയാലല്ലാതെ ഞാൻ എഴുന്നേൽക്കൂല ബിലാൽ. എന്റെ ഹൃദയത്തിൽ ഉടരുത്ത അഹങ്കാരമാണ് നിന്നെ ഞാൻ ഇബ്നു സൗദ എന്ന് വിളിച്ചത്. അതെന്റെ ഹൃദയത്തിൽ ഉണ്ടായ അഹങ്കാരമാ. എന്റെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരമൊന്ന് ഊരിപ്പോകാൻ എന്റെ കവളത്ത് നിന്റെ കറുത്ത കാലുകൊണ്ടൊന്ന് ചവിട്ടുമോ ബിലാൽ? ബിലാൽ എന്ന കുറിയ കറുത്ത കാപ്പരിയുടെ കാൽക്കൽ വീണുകൊണ്ട് ആ വെളുവെളുത്ത സുന്ദരന് കെഞ്ചുകയാണ്. പ്രിയപ്പെട്ടവരെ, കാരണം ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. നമ്മളെ ഉള്ളിലേക്ക് ദീന് കയറിയല്ലേ. പുരുഷന്മാർക്ക് ഞാൻ നല്ലൊരു അടയാളം പറഞ്ഞുതരാം. നാളെ എപ്പോഴാണ് ജുമുഅക്ക് എത്തുന്നത് നോക്കിയാൽ മതി. നാളെ പള്ളിയിൽ എപ്പോഴാണ് ജുമുഅക്ക് എത്തുന്നത് നോക്കിയാൽ മതി. അതിനനുസരിച്ചിട്ടുണ്ടാവും റേഞ്ച് കയറിക്കണോ ഇല്ല എന്നുള്ളത്. വേറെ എവിടെയും പോയി പരിശോധിക്കൊന്നും വേണ്ട. നാളെ ജുമുഅക്ക് എത്തുന്നത് ബാങ്ക് കൊടുക്കാൻ നേരത്തെ അല്ലെങ്കിൽ ഇക്കാമത്ത് കൊടുക്കാൻ നേരത്തെ ചവിട്ടിയിൽ കാലൊരുതുക സലാം കിട്ടിയാൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മുനാഫിക്കീങ്ങളാണോ എന്ന് പോലും പേടിക്കണം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കാരണം ഈ ഉമ്മത്ത് കൂട്ടമായി ചെയ്യുന്ന ഏറ്റവും വലിയ തമ്മാടിത്തരത്തിൽ ഒന്ന് വെള്ളിയാഴ്ചയിൽ ലൈറ്റായിട്ട് പള്ളിയിൽ പോകുമെന്നുള്ളതാണ്. ഈ ഉമ്മത്ത് തുടങ്ങിവെച്ച ഒന്നാമത്തെ ദുരാചാരം അതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് നമ്മളൊരു അസുഖമാണ്. പള്ളിയിൽ ഫാൻ ഉണ്ട്, അടിയിലിരിക്കാൻ മാർബിൾ ഉണ്ട്, കൊട്ടാര സദൃശമായ പള്ളിയാണ്. എന്നാലും ഒരു 5 മിനിറ്റ് ഇരിപ്പില്ലല്ലോ. ഉണ്ടോ? അവിടെ AC ഉണ്ടല്ലോ. OC8 കിട്ടല്ലേ, ബില്ല് അടക്കണോ? AC OC8 കിട്ടുന്നുണ്ട്, ഫാൻ OC8 കിട്ടുന്നുണ്ട്, കൊട്ടാര സദൃശമായ മാർബിൾ ഉണ്ട്, മനോഹരമായ പരവതാനി പോലെയുള്ള കാർപ്പറ്റ് ഉണ്ട്. എന്നാലും ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്ക് ഇങ്ങനെ ഊരമ്മക്ക് ചോര ഇറങ്ങുക.
എന്നാ ഇതേ ആള് പോയിട്ട് പന്തളി ഗ്രൗണ്ടിൽ വെയിൽ കൊണ്ടിട്ട് ഫാനില്ല, AC ഇല്ല, നട്ടുച്ചക്ക് കളി കാണാൻ ഒറ്റ കാൽമ പൊന്തിച്ച് 3/4 മണിക്കൂർ നിന്നാലും സമയം പോണത് തൊട്ട് അറിയണില്ല. ഇതിന്റെ പേരെന്താ നിങ്ങളെ തീരുമാനിച്ചോളി. ഒരു പന്ത് കളി നടക്കുന്ന സ്ഥലത്ത് ബാക്ക് പോയിട്ട് എത്ര മണിക്കൂർ നിന്ന് കണ്ടാൽ 2.5 മണിക്കൂർ കഴിഞ്ഞാലും അറിയില്ല. പള്ളിയിൽ ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ വേള കേൾക്കുമ്പോഴേക്ക് എന്താ മൂല്യം നിർത്താത്തെന്നുള്ള ചൊറിച്ചിൽ തുടങ്ങി. നിങ്ങൾക്ക് സംഗതി ഇങ്ങനെ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. നമ്മളെ വാക്കിൽ ആരോ ഒരാൾ പുടുത്തം തരുന്നുണ്ട്, ഒരു പുടുത്തം നമ്മളെ വാക്കിലുണ്ട്. അതിന് രക്ഷപ്പെടാനാണ് ഈ സദസ്. ചിന്തിക്കണേ ചിന്തിക്കണേ പൊന്നുമോനെ, ഇന്ന് നീ നിസ്കരിക്കുന്നുവെങ്കിൽ നാളെ നിന്റെ മേൽ നിസ്കരിക്കപ്പെടുമെന്ന് മറക്കണ്ട. ഇന്ന് നീ വാള് പറയുന്നെങ്കിൽ നാളെ നീ മരിച്ചുപോയി എന്ന അനൗൺസ് മുഴങ്ങും എന്നത് മറക്കണ്ട. ഇന്ന് നീ ഓടി നടന്നുകൊണ്ട് സംഘാടനം നടത്തുമെങ്കിൽ നാളെ നിനക്ക് വേണ്ടി സംഘാടകർ ഓടി നടക്കുമെന്നത് മറക്കണ്ട. ഉമ്മമാരെ, പെങ്ങന്മാരെ, ഇന്ന് കല്യാണ മണ്ഡപങ്ങളിൽ നിങ്ങൾ ശരീരത്തിന്റെ നെഞ്ചും മൊഞ്ചും എക്സ്പ്രഷൻ നടത്തിയിട്ട് അതാ ചെത്തിപ്പൊളിക്കുമ്പോ ശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളെല്ലാം ഓരിയെടുത്ത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളെല്ലാം വലിച്ചൂരിയിട്ട് നിങ്ങളെ 2 കഫൻ തുണിയിലും ഒരു നീളക്കുപ്പായത്തിലും ഒരു അരയുടുപ്പിലും ഒരു മൊക്കനയും ഇട്ട് മൂക്കിൽ പഞ്ഞും വെച്ച് 6 കാലുള്ള കട്ടിലിൽ ഏറ്റിയിട്ട് ആരാരുമില്ലാത്ത 6 അടിയിലേക്ക് സ്വന്തക്കാർ അതാ അവരുടെ തോളിൽ താങ്ങിയിട്ട് ദിക്റും ചൊല്ലി കൊണ്ടുപോകുന്ന രംഗം മറക്കണ്ട പെങ്ങളെ, മറക്കണ്ട ഉമ്മ. വീട്ടിലെ മെത്ത പിരിച്ച് കിടക്കണ കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും നീർ കണ്ണീർ അതും ചേർത്ത് മണ്ണതിനാലോ അടവാക്കും വിടവിനെ ബാറിലേ, അടവാക്കും വിടവിനെ ബാറിലേ. കനമേറും മീസാൻ കല്ലും മണ്ണും അതിന്മീത് അടവാക്കും കാബർ ബഹുജോറിലേ, അടവാക്കും കാബർ ബഹുജോറിലേ. പരൻ വിധി ചുമ്മാ വിട്ട് ചൊങ്കില് നടക്കുന്ന ശുചത്ത് നാമോക്കുണ്ടോ നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിലെ. ഏതെങ്കിലും ഒരു നിലയിൽ ഇത് തലയിൽ കയറ്റിയാൽ ജീവിതം നമ്മുടെ കീഴിലാവും. നമ്മുടെ കീഴിലായി അവയവങ്ങൾ നമ്മൾ പിടിച്ചാൽ കിട്ടും. ഇതാത്ത എന്താ അറിയോ, സറസറാ ഒഴുക്കിൽ പോവുകയാണ്. വലിയ ബ്രേക്കും ഇല്ല. ഞങ്ങളെ നാട്ടിൽ വൈലത്തൂർ കാറ്ററിന് ഒരു സൈക്കിൾ ഇങ്ങനെ വരിക. പോലീസുകാരൻ പറഞ്ഞു, എടാ ബെല്ലില്ലെന്ന് വെച്ചപ്പോൾ വരണവും പറഞ്ഞു, മാറി നാളി ബ്രേക്കില്ല എന്ന് പറഞ്ഞേ. എന്ന കൊലത്തിലപ്പം നമ്മളെ പോക്ക്. ബെല്ലില്ല, ബ്രേക്കില്ല, ഒന്നുമില്ല. ഒരു പോക്കാണ്. എവിടെ ചെന്ന് മുട്ടും. പ്രത്യേകിച്ച് യുവാക്കൾ. ഇനിതാ ജനുവരി 1 വരാൻ പോവാ. എല്ലാ നിലക്കും സജ്ജീകരിച്ച് കാത്തിരിക്കുകയാണ് 1-ന് രാത്രി 12 മണിക്ക് പിരാന്ത് കട്ട. ആര്? നിസ്കാരത്താമ്പുള്ള അബ്ദുല്ലാജിന്റെ മോന്. ഇവിടെ അബ്ദുല്ലാജി ഉണ്ടോ? ഇവിടെ ഇല്ലല്ലോ. ഇവിടെ അബ്ദുല്ലാജി ഇല്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേടി വെച്ചാന്ന് നിങ്ങൾ തോന്നുക. അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒരു പേര് അറിയാതെ പറഞ്ഞു. അതുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണോ. അല്ലെങ്കിൽ ഔക്രാജി നൂട്ടിക്കോളി. ജനുവരി 1-ന്റെ പാതിരാവിൽ ഭ്രാന്തനെ പോലെ തുണി ഉടുക്കാതെ കോണോട്ടുകൊണ്ട് പടക്കം പൊട്ടിച്ച് ചീറ്റലും പൊട്ടലും അട്ടഹാസവുമായി രാക്ഷസനെ വെല്ലുന്ന തമ്മാടിത്തരങ്ങൾ റോഡിന്റെ മധ്യേ ചെയ്യുന്ന ബഹളാമയമായ അന്തരീക്ഷത്തിന് രാജപ്രഭുവിനെ പോലെ നേതൃത്വം കൊടുക്കുന്ന ആരാന്നരോ? നാട്ടിലെ വലിയ മേലാളന്മാരുടെ മാന്യന്മാരുടെ മക്കളോ പേരക്കുട്ടികളോ. എന്തൊരത്ഭുതമാണ്. ഇതാ 2 ദിവസം കഴിഞ്ഞാൽ വരാൻ പോകണം. നാട്ടിൽ ആരാണ് തമ്മാടി, ആരാ മാന്യൻ എന്നൊക്കെ റോട്ടിക്ക് 12 മണിക്കാൻ നോക്കിയാൽ മതി. നാം മുഹറം വരുന്നവരെ അറിയോ? അതറിയില്ല. റമളാൻ വരുന്നവർക്ക് ഒരു കാരമുണ്ടോ? അതില്ല. ഒരു വെള്ളിയാഴ്ച രാവിലെ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതുമില്ല. പാശ്ചാത്യത്തിന്റെ ഉച്ചിഷ്ടം പേറുന്ന ഏർപ്പാടിൽ മുസ്ലിം സമൂഹം, വിശിഷ്യ യുവാക്കൾ, യുവതികൾ അതപ്പതിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മൊബൈലിൽ കണ്ടില്ലേ? കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പറുതയിട്ടൊരു പെണ്ണ് ലഹരി ബാധിതയായി SIന്റെ നാഭിക്ക് ചവിട്ടുകയാ. അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കണ്ടവരെയൊക്കെ തല്ലുകയാ.
വാ തുറന്ന് അസഭ്യം പറയുകയാ. ആ പെണ്ണ് ധരിച്ചതും പർദയാ. പർദ്ദ ധരിച്ചൊരു പെണ്ണ് കള്ളും കുടിച്ചുകൊണ്ട് SIന്റെ നാവിക്ക് വിട്ടി. എവിടെ? ജില്ല ഞാൻ പറയുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ, തല കൊടുത്താലോചിക്കണേ. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നീ മൂട, ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? മതത്തിനൊരു മധുരമുണ്ട്, അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇബാദത്തുകൾക്കൊരു ടേസ്റ്റ് ഉണ്ട്, അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. ദിക്റുകൾക്കൊരു ഹരമുണ്ട്, അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തേ? കാരണം രണ്ടെണ്ണം മാത്രമാണ്. ഒന്ന് ചോര മലീമസമായതാ, രണ്ട് അവയവങ്ങളിൽ തമ്മാടിത്തരങ്ങൾ ബന്ധിച്ചതാ. ഇത് രണ്ടിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവർക്ക് മതം മധുരമല്ല, ഭാരമാണ്. ഈ രണ്ട് കാര്യം ഞാൻ പറയുന്നത്. ഒന്ന് മതം ഭാരമാകുന്നത്. മതം മധുരമല്ലല്ലോ. നമുക്കാർക്കെങ്കിലും നിസ്കാരം ടേസ്റ്റ് ഉണ്ടോ? നമുക്കാർക്കെങ്കിലും ദിക്ർ ഒരു ആവേശം ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ദിക്റിനൊരു ടേസ്റ്റ് ഇല്ലേ? അള്ളഹാനോട് ഹൃദയം തുറന്നൊരു ബന്ധമുണ്ടോ? അള്ളഹാനോട് പാതിരാവിൽ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടോ? ഇല്ല. കാരണം രണ്ട് കാര്യമാണ്. ഒന്ന് ചോര മോശമായതാണ്, കേറുന്നത് മുഴുവനും ഫ്രഷ് അല്ല. സഹാബിയാത്ത് പ്രത്യേകം ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്നത് ചോര നാശമുണ്ടോന്നാണ്. പഴയ കാലത്ത് കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് നിസ്കാരത്താകുമ്പോഴുള്ള മുത്തക്കങ്ങളായ ആജയന്മാര് മക്കൾക്കോ പേരക്കുട്ടികൾക്കോ കല്യാണം അന്വേഷിക്കുമ്പോൾ വാപ്പാന്റെ പണി എന്താന്നാ നോക്കല്, ഇവന്റെ പണി എന്താന്നല്ല. കാരണം ഏത് വളം കൊടുത്തിട്ടാണ് വാപ്പവനെ പോറ്റിയെന്നാ നോക്കല്. ഇവനിപ്പോ നല്ല പണി ഉണ്ടായിട്ട് കാര്യമില്ല, വളർന്നത് എങ്ങനെയെന്നാ നോക്കുക. പഴയ കാലത്ത് ബാങ്കിൽ ബന്ധമുള്ള ഒരു കുടുംബത്തിൽ ഒരുത്തനുണ്ടായിട്ട് ആ കുടുംബത്തിലേക്ക് പെൺകുട്ടിയെ കെട്ടിക്കാത്ത ആളെനിക്കറിയാം. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ബാങ്കിൽ പണിയുണ്ട്. പഴയ കാലത്തപ്പോ ഒന്നും വിഷയമല്ല. പഴയ കാലത്ത് കല്യാണപ്പരി പോയാലും ഫോട്ടോ എടുത്ത ആറാമാന്ന് പറയുന്നൊരു കാലല്ലേ. ഞാനിപ്പോൾ അങ്ങനെ ആറാമാന്ന് ഫത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അന്നത്തെ ഗൗരവം അതായിരുന്നു. അന്ന് ഫത്ത് കൊടുത്തിരുന്ന ആൾക്കാർ പോലും മുമ്പിൽ ഇപ്പോൾ ഫോട്ടോക്ക് മുമ്പിലുണ്ട്. അത്ര കാലം മാറി, പലതിലും അഡ്ജസ്റ്റ്മെൻ്റായി, പലതിലുമായി. നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ടെലിവിഷൻ എന്നാ പറയാ. ഈ ടെലിവിഷന്റെ ഏരിയയിലുള്ള പുരയ്ക്ക് ലാനത്തല്ലെന്ന് വിചാരിച്ചിട്ട് ആ ലാനത്ത് തട്ടണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങളൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ വീട്ടിലുള്ള പ്രായമുള്ളവർ പറഞ്ഞിരുന്നു ആ ഏരിയയിലുള്ള പെരൻ്റെ അടുത്ത് കൂടി പോകണ്ട. ഞങ്ങളൊക്കെ കൊച്ചുകാലത്ത്. കാരണം ഏതെങ്കിലും പെരയിലെ ടെലിവിഷൻ ഉണ്ടാവുള്ളൂ. അതിന് ഞങ്ങൾ പറയലേ തന്നെ ടെലിവിഷൻ എന്നല്ല, എലിവിഷൻ എന്നാണ്. എലിവിഷൻ എന്നാ പറഞ്ഞു പഠിപ്പിക്കുക. ആ വീടിന് ലാനത്തുണ്ട്, അതുകൊണ്ട് ആ ഏരിയ കൂടി പോകണ്ടെന്ന് പറയുന്നത് പഴമക്കാർ പഴയ കാലത്ത്. ഇപ്പോഴോ എല്ലാ കുട്ടികളെ കൈവെള്ളയിലും ഈ സാധനം മറ്റൊരു കോലത്തിലായി. ഇപ്പം കള്ളുഷാപ്പും വ്യഭിചാരമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. കള്ളുഷാപ്പ് ഇതും കണ്ട് ഒരു ബട്ടണം നിർത്തിയാൽ കള്ള് വന്നു, മറ്റേ ബട്ടണം നിർത്തിയാൽ വ്യഭിചാരമായി, വേറെ ബട്ടണം നിർത്തിയാൽ പ്രേമായി, ലാസ്റ്റ് ഇത് അമർത്തിയിട്ടാണ് ചാടി പോണത്. എല്ലാ കുഞ്ഞുങ്ങളുടെ കൈവെള്ളയിലും മൊബൈലായില്ലേ. എന്ത് എരപ്പത്തരാണ് വാതിലടച്ചാൽ അതിലൂടെ ചെയ്യാൻ പറ്റാത്തത്? എന്ത് എരപ്പത്തരാ ചെയ്യാൻ പറ്റാത്തത്? പഴയ കാലത്ത് വീട്ടിൽ നിന്ന് കുട്ടികളെ പുറത്തിറക്കാതെ നമ്മളെ കസ്റ്റഡിയിലായിട്ട് വീട്ടിലിങ്ങനെ നോക്കി വളർത്തി ചൊല്ലി പറയിപ്പിച്ച് വീട്ടിൽ കുട്ടികളെ കെടുത്തി ഇങ്ങനെ നടത്തുകയാണെങ്കിൽ കുട്ടികളൊക്കെ നന്നായി പോയിരുന്നു. ഇപ്പൊ പറ്റൂല. കാരണം 12 ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ 12 മൊബൈലാണ്. ചെറിയ കുട്ടികൾ സ്കൂൾക്ക് പോകണമെങ്കിൽ മൊബൈലാണ്. ഈടടുത്ത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പെൺകുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ ലിസ്റ്റ് കിട്ടി ചോപ്പിക്കുക. ആ നാട്ടിൽ ഞാൻ വാതിന് പോയി. അപ്പോൾ അവിടുത്തെ ഖത്തീബ് ആ വിഷയത്തിനെതിരെ ഗൗരവത്തിൽ ഉണർത്തിയപ്പോൾ ഉമ്മമാരിൽ പലരും എഴുതി കൊടുത്തത് കുട്ടികൾക്ക് ലിസ്റ്റ് കിട്ടി ചോപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ സ്കൂൾക്ക് പോവാതെ പടങ്ങി കിടക്കുന്ന പറഞ്ഞു. സുബ്ഹാനമഞ്ചല്ല. ഈ ചെറിയ പിച്ച വെച്ച് വളരുന്ന കൊച്ചു പെൺകുട്ടികളുടെ മനസ്സിങ്ങനെ പാകപ്പെടുത്തിയത് ആരാണ്? ഉമ്മ. ആരാണ് പെങ്ങളെ? ഉമ്മമാരെ, നമ്മളൊക്കെ ഏത് സ്വർഗമാണ് കൊതിക്കുന്നതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തലയിലും കൽബിലും വഹിച്ചു കയറ്റി ദൃഢരൂഢമൂലമായി മുസ്തഫ നബിയിൽ വിശ്വസിച്ചിന്റെ പേരിലോ അതാ മണൽപ്പരപ്പിലെ മരുഭൂമിയിലോ നട്ടുച്ചയുടെ ഉഷ്ണസമയത്ത് മലർത്തി കിടത്തിയിട്ട് വസ്ത്രങ്ങൾ പിച്ചു ചീന്തിയിട്ട് വിവസ്ത്രയാക്കിയിട്ട് ഗുഹ്യദ്വാരത്തിലൂടെ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് കയറ്റിയില്ലേ മഹദിയായ സുമയ്യ റളിയല്ലാഹു തആല കഠിന കഠോരമായി മർദ്ദന തണ്ടന താടന പീഡനത്തിന് വിധേയാക്കിയില്ലേ?
ആ സമയത്ത് സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അനിയന്ത്രിതമായി നിർഗളിച്ചത് അല്ലാ അല്ലാ എന്നല്ലേ. ഉമ്മമാരെ, ഈ ഉമ്മത്തിലെ ആദ്യത്തെ രക്തസാക്ഷിത്വം വരിച്ച പെണ്ണ്, ആദ്യം രക്തസാക്ഷിത്വം വരിച്ച ആള് ഒരു ആണല്ല, പെണ്ണാണ്. പേര് സുമയ്യ റളിയല്ലാഹു തആല അൻഹാ. ആ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ പോകുന്ന സ്വർഗമല്ലേ നിങ്ങൾ കൊതിക്കുന്നത്? ആ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ താമസിക്കുന്ന കൊട്ടാരമല്ലേ നിങ്ങൾ കണി കാണുന്നത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അലിയാരോട് പറയുകയാണ്, അലിയേ, ഞാൻ വഫാത്തായ എന്നെ നിങ്ങൾ രാത്രിയിൽ മറവ് ചെയ്യണേ, പകലിലേക്ക് നീട്ടിവെക്കല്ല അലിയേ. അലിയാര് ചോദിക്കുകയാണ്, രാത്രിയിൽ മരിച്ച രാത്രി തന്നെ എന്തിനാണ് മറവ് ചെയ്യുന്നത്? ഫാത്തിമാന്റെ പ്രതികരണം, അലിയേ, ഞാൻ മരിച്ചിട്ട് എന്നെ അതാ നിങ്ങൾ മയ്യത്ത് കട്ടിലേറ്റിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ ശരീരം കാണൂല. കാരണം ശരീരം കഫൻ ചെയ്യപ്പെട്ടതാണ്, കാണൂല. പക്ഷെ അനിയന്ത്രിതമായോ യാദൃശികമായോ ആരെങ്കിലും അവരുടെ ദൃഷ്ടി എന്റെ ശരീരത്തിലേക്ക്, മയ്യത്തായി കിടക്കുന്ന ശരീരത്തിലേക്ക് കണ്ണു പതിഞ്ഞാൽ ഫാത്തിമ എത്ര ഹൈറ്റ് ഉണ്ട് എത്ര വെയിറ്റ് ഉണ്ട് എന്ന് നോക്കുന്ന ആളുകൾക്ക് അറിയുമല്ലോ. ഞാൻ എത്ര ഗ്ലാമർ ഉണ്ട് എന്നല്ല, എനിക്ക് എത്ര വെളുപ്പുണ്ട് എന്നല്ല, എന്റെ കവളിന്റെ ആകൃതി എങ്ങനെയാണെന്നല്ല, എന്റെ ചുണ്ടിന്റെ ആകൃതി എങ്ങനെയാണെന്നല്ല, എന്റെ കഴുത്തിന്റെ ആകൃതി എങ്ങനെയാണെന്നല്ല, എന്റെ ചെസ്റ്റ് എങ്ങനെയാണെന്നല്ല. ഞാൻ മരിച്ചു തന്നാലും ഹയാത്തില്ലാത്ത സമയത്ത് എന്റെ ഹൈറ്റോ വെയിറ്റോ നിങ്ങളല്ലാത്ത മറ്റൊരാൾ അറിയുന്നത് ഞാൻ പൊരുത്തമില്ല, എനിക്ക് സഹിക്കൂല. അതുകൊണ്ട് ഇരുട്ടത്ത് മറവ് ചെയ്യണേ അലിയേ എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ പറഞ്ഞെങ്കിലോ ഫാത്തിമ ബീവി കല്യാണ സ്ഥലത്ത് പോയി തുള്ളിയ പെണ്ണല്ല, സൽക്കാര മണ്ഡപങ്ങളിൽ തിളങ്ങിയ പെണ്ണല്ല. മരണാനന്തരം തന്റെ ശരീരത്തിന്റെ ഹൈറ്റ് വെയിറ്റ് പോലും നാട്ടുകാർ കാണരുത് എന്ന് കാർക്കശമുള്ള പെണ്ണായിരുന്നു ഉമ്മ. റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വർഗീയ സ്ത്രീരത്നങ്ങളുടെ നായികയായ ഫാത്തിമ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ ആ ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗം സ്വന്തമാക്കാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എങ്ങനെയാണ് സ്വർഗം സ്വന്തമാക്കാൻ കഴിയുക? നിങ്ങളുടെ ചെസ്റ്റ് പുറത്തല്ലേ, മുടികൾ പുറത്തല്ലേ, കൈത്തണ്ടം പുറത്തല്ലേ, കാല് പുറത്തല്ലേ, നെഞ്ച് പുറത്തല്ലേ, മൊഞ്ച് പുറത്തല്ലേ, ലിസ്റ്റിക് ഇട്ട് ചുവപ്പിച്ച ചുണ്ടല്ലേ, പൗഡറിട്ട് മിനുക്കിയ കവളല്ലേ, കൺമശി തേച്ച പുരികമല്ലേ, പുഞ്ചിരി തൂകുന്ന അതാ ചുണ്ടുകളല്ലേ, വെളുപ്പിച്ച് പല്ലിളിച്ച് ഉളുപ്പില്ലാതെ നടക്കുന്ന സംസ്കാരമല്ലേ? ഇതൊക്കെ അന്യ പുരുഷന്മാരെ മുമ്പിലല്ലേ? മരിച്ചതിന് ശേഷം തന്റെ ഹൈറ്റും വെയിറ്റും നാട്ടുകാർ അറിയരുത് എന്ന വാശി കൊണ്ട് രാത്രിയിൽ മറവ് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗം കിട്ടുമോ ഉമ്മ? സ്വർഗം കിട്ടുമോ പെങ്ങളെ? ഇങ്ങനൊക്കെ വാതിൽ പറയുമ്പോൾ അതൊക്കെ വാതിൽ ഓട്ടോപാഷനാവുന്ന കാലമാണ് ഒക്കെ ശരിയാ. പക്ഷെ അതൊക്കെ തെറ്റി പറയാൻ പറ്റുമോ? കാലം എത്ര പരിഷ്കരിച്ചാലും ദീനൊന്നല്ലേ, ദീന നിയമങ്ങൾ മാറുമോ? മരിക്കുന്ന ഉറപ്പല്ലേ? ഇന്നേ നാളെ നല്ല സംശയമുള്ളൂ, മരിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ദുനിയാവിലെ സുഖം എന്തെങ്കിലും സുഖമാണോ? ഇവിടെ ഏത് സുഖത്തിന്റെ പേരിൽ ദുഃഖമല്ലേ ഉള്ളത്? സുഖദുഃഖ സമ്മിശ്രമല്ലേ ഇവിടെ? നമ്മൾക്കെങ്ങനെ തോന്നും? ഒരു വലിയ ആഡംബര വണ്ടി, നല്ല കൂളിംഗ് ഗ്ലാസും വെച്ച്, കതിർ കുപ്പായിട്ട് റാഡോ വാച്ചും കെട്ടിയിട്ട് ഒരാളിങ്ങനെ പോകുന്നതാണ്. ആൾ കയറുന്ന വീടാണെങ്കിലോ കോടിക്കണക്കിനുള്ള രൂപയുടെ വലിയ കൊട്ടാര സദൃശമായ വലിയ വീട്, ദുനിയാവിലെ കൊട്ടാരം. അതിലേക്ക് ഇങ്ങനെ പോകുന്നതാണുമ്പോൾ എനിക്കൊക്കെ അയാളെ പോലെ ആയ മതിയായിരുന്നു എന്ന് അന്തമില്ലാത്ത ആളുകൾക്ക് തോന്നും. അയാളെ എന്നും ആത്മഹത്യക്ക് നടക്കുകയായിരിക്കും, പക്ഷെ നമ്മളറിയില്ല. വലിയ വീട്ടിൽ കിടന്നുകൊണ്ട് സുഖമുണ്ടോ? കയ്യിൽ പൈസ ഉള്ളതെന്ന് സുഖമുണ്ടോ ആർക്കെങ്കിലും? ആഡംബര വണ്ടിയിൽ കയറിയെന്ന് സുഖമുണ്ടോ? നമ്മൾ റോഡിലൊക്കെ ആഡംബര വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന വലിയ ധനാഢ്യന്മാർ ദുരിതം അനുഭവിച്ച് മരിച്ചിട്ടാ മതിയായിരുന്നു എന്ന് കൊതിച്ച് പോയിരിക്കുക പോക്ക്. അതിൻ്റെ പിറകിലുണ്ടാവും
പഞ്ചറാവാൻ സൂചിപ്പഞ്ചർ കയറിയ ഒരു ടയർ ഇട്ടിട്ട് ഓട്ടോക്കാരൻ പോണത് എന്തൊരു സന്തോഷമായിരിക്കും ആളെ മനസ്സിൽ. ഒക്കെ റോഡിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഒക്കെ റോഡ്. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരേ നാട്ടിൽ ഒരു വീട്ടിൽ കയറിയപ്പോൾ കൊട്ടാരമാണ്. ആള് പറഞ്ഞ് ഉറങ്ങാൻ പറ്റണില്ല, കുറെ കാലങ്ങളായിട്ട് ടെൻഷനാണ്, കുടുംബസമേതം ടെൻഷനാണ്, ഭാര്യക്ക് ഡിപ്രഷനാണ്, എനിക്ക് വിഷാദ രോഗമാണ്, അനിയനക്ക് മാനസികമാണ്, പൈസക്ക് പഞ്ഞമില്ല, ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അതേ നാട്ടിൽ തന്നെ ഒരു കൂലിപ്പണിക്കാരൻ പകലന്തിയോളം പണിയെടുത്ത് കെട്ടിയവളെ കുട്ടികളെ പോറ്റാൻ വേണ്ടി പടാപ്പാട് നടത്തുന്ന കൂലിപ്പണിക്കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. കയറുന്ന സമയത്ത് കൂന്ന് കയറണം, അത്ര കൊച്ചു കൂരയാണ്. മഴ ഇതാ ചോർന്നൊലിക്കും, കാറ്റടിച്ച പൊളിഞ്ഞു പോകും. പഴയകാല മണ്ണുകൊണ്ട് തേമ്പി പിടിപ്പിച്ച ഒരു കൊച്ചു കൂന്ന് കടക്കുമ്പോൾ അവിടെ ഇരിക്കാൻ പൊളിഞ്ഞ കട്ടിലും ചളിയുള്ള കസേരയാണ് ഉള്ളത്. എന്നാലും ആ പൊരയെ കയറിയിട്ട് കസേരൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നോക്കി, ബെഞ്ചിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇപ്പം മനസ്സിനിറങ്ങിയ ഒരു സമാധാനമുണ്ട്, നിങ്ങളോട് പറയാൻ പറ്റൂല. അയാൾ വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്ന് വെച്ച് ചായ വിഭവങ്ങളൊക്കെ കഴിച്ചു. പൈപ്പില്ല, വെള്ളം കിട്ടാൻ പൈപ്പ് വെള്ളമില്ല, ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൈ കഴുകി വണ്ടി പോകാൻ നേരത്തെ ഞാൻ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വീടൊന്നും ഇല്ലല്ലേ, നമുക്ക് വീടൊക്കെ ഒന്ന് പൊളിച്ച് നന്നാക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം മൂപ്പരിനോട് ആ വീട് മൂപ്പരുതല്ലാന്ന് പറഞ്ഞു. ഞാൻ കരുതി അത് മൂപ്പരുതാണെന്ന്. അത് മൂപ്പരുതല്ല എന്ന് പറഞ്ഞു. അത് വാടകയൊക്കെ പഴയ കാലത്ത് വാങ്ങിയാണ്, അതിലിങ്ങനെ പോയി കിട്ടുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വല്ലാത്ത പ്രയാസം പറഞ്ഞു, സാരില്ല, ദുനിയാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ മൂപ്പര് ഇങ്ങോട്ട് ഇന്നെ സമാധാനിപ്പിക്കുക. ഉസ്താദ് എനിക്ക് എന്തിൻ്റെ കുറവുള്ളത്, ഞാൻ രാവിലാണ്ട് ഇറങ്ങും, അധ്വാനിക്കും, ഉപ്പ എൻ്റെ കൂടെ ഉള്ളത്, ഞാൻ അവരൊക്കെ ഭാര്യനും കുട്ടികളെയും പോറ്റാനുള്ള പൈസ എല്ലാ ദിവസവും അള്ളാഹു തആല എനിക്ക് തരുന്നുണ്ട്. പിന്നെ വീട് നോക്കിയിട്ടല്ലോ ഉസ്താദ് സങ്കടപ്പെടുന്നത്. നമ്മളിവിടെ താമസിക്കാനുള്ളവരല്ലല്ലോ, നമ്മളിവിടെ വിരുന്നേരല്ലേ, എന്നല്ലെങ്കിൽ നാളെ എല്ലാം ഒഴിവാക്കി കെട്ടും കെട്ടി പോയി കിടക്കണ്ടേ, അവിടെ പോരണ്ടായ പോരെ ഉസ്താദെ, ഈ വീട്ടിൽ കിടന്നിട്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ടല്ലോ, അത് മതിയല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതൊരു മൂല്യരല്ല, ഒരു നാടൻ ചെറുപ്പക്കാരനാണ്. ഇത് പറഞ്ഞൊരു മൂല്യരല്ല, ഒരു നാടൻ ചെറുപ്പക്കാരനാണ്. അവിടെ തൊപ്പിയിട്ട് നമ്മൾ ലജ്ജിച്ചു. വീടില്ലാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് ആത്മഹത്യയുടെ വക്ക് വരെ എത്തിയിട്ടുള്ള ആളുകളൊക്കെ ഈ കുട്ടിയുടെ മുമ്പിൽ എത്ര പ്രാവശ്യം കൈയിങ്ങനെ കൂപ്പുകാണിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം മനസ്സിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള സാധനം കയറിയാൽ ജീവിതം അതുകൊണ്ട് ലാഭമായി, പിന്നെയുള്ള സമയങ്ങളൊക്കെ പരലോകത്തിനായി. അതിനിടയിൽ അള്ളാഹു തആല തക്കവണ്ടെങ്കിൽ തരാളൊക്കെ തരും. അള്ളാഹു നമ്മുടെ ദുനിയാവിൽ ഇടങ്ങറാക്കാതിരിക്കട്ടെ, ആമീൻ പറയും. ദുനിയാവിലും അള്ളാഹു തആല നമ്മളെ ഇടങ്ങറാക്കാതിരിക്കട്ടെ, ആഖിറത്തിൽ അള്ളാഹു സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. അതിന് ഒന്നാമത് വേണ്ടത് കേറുന്ന ഭക്ഷണം നന്നാവണം. അയിമെങ്ങാനും ഹറാമോ ശുഭത്വം വന്നാൽ പിന്നെ ഇബാദത്തിലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ സടകുടഞ്ഞെഴുന്നേറ്റ് ഓട്ടമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദുജാനയോട് ചോദിച്ചു, നീ എന്താണ് ഇത്ര സ്പീഡിൽ പോകുന്നത്, നിനക്ക് ദ്വാരക്കാനില്ലേ, തസ്ബീഹ് ചൊല്ലാനില്ലേ? അബൂ ദുജാന ഞങ്ങൾ പറഞ്ഞു, മുത്തുനബിയേ, എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ജൂതന്റെ തോട്ടമാണ്, ആ തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴത്തിന്റെ മരങ്ങൾ വീട് മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. വീട്ടിലെ കുട്ടികളാണെങ്കിലോ പട്ടിണി കിടന്നിട്ട് തലേന്ന് ഉറങ്ങിയതാണ്. വിശപ്പടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് കിടന്നുറങ്ങിയ പൊന്നുമക്കള് രാവിലെ ഉണർന്നാൽ പലപ്പോഴും അയൽവാസിയുടെ മരത്തിൽ നിന്ന് മുറ്റത്തേക്ക് വീണിട്ടുള്ള ഈത്തപ്പഴത്തിന്റെ ചുളകള് ചവച്ച് കഴിക്കാറുണ്ട്. മുത്തുനബിയേ, ഇന്നലെ പോയ സമയത്ത് ഒരല്പം ലൈറ്റായപ്പോൾ കുട്ടികൾ കഴിക്കുന്നത് കണ്ടു. എല്ലാ കുട്ടികളുടെ വായിൽ നിന്നും ഞാൻ കൈയിട്ടുകൊണ്ട് ഈത്തപ്പഴങ്ങൾ പുറത്തേക്ക് വലിച്ചെടുത്തു. എന്റെ ചെറിയ മകന്റെ അണ്ണാക്കിലേക്ക് കൈയിടേണ്ടി വന്നു. അങ്ങനെ കുട്ടികളുടെ വായിലേക്ക് കൈയിട്ട് അവർക്ക് മുറിവാക്കിയിട്ട് അതാ തൊട്ടടുത്ത അയൽവാസിയുടെ മരത്തിൽ നിന്ന് വീണ പഴങ്ങള് മക്കളുടെ വയറ്റിലെത്താതിരിക്കാൻ ഞാൻ പരിശ്രമിക്കണ്ട. ആ കുട്ടികൾ ഉണരുന്നതിന്റെ മുമ്പ് വീട്ടിലെത്താനോ, ഞാൻ ഇരുട്ട് പോകുന്നതിന് മുമ്പേ സലാം വീട്ടി ഉടനെ ഓടുന്നത് നബിയേ എന്ന് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിലോ ആ മഹാനായ സ്വഹാബിയാകുന്ന വാപ്പ, കുട്ടികളുടെ വാപ്പയുടെ മനസ്സിൽ എന്റെ കുട്ടികളുടെ വയറ്റിലേക്ക് പോകുന്നത് ഹലാല് മാത്രമായിരിക്കണം എന്ന തീരുമാനം എത്രമാത്രം കാർക്കശ്യമാണ്, എത്ര കണിശമാണ്.
പെണ്ണുങ്ങൾ സ്വഹാബിയാത്തുകൾ പലരും പട്ടിണി കിടന്ന് പ്രയാസപ്പെടുന്ന സമയത്ത് മദീനയിലുള്ള സ്വഹാബാക്കളോട് പണിയെടുത്ത് അധ്വാനിച്ചുകൊണ്ട് കൂലിക്ക് വേണ്ടി പണം വാങ്ങി തിരിച്ച് വൈകുന്നേരം വരുന്ന പ്രിയപ്പെട്ട സ്വഹാബികളോട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സഹധർമ്മിണിമാര് അതാ ഭാര്യമാര് പറയുമായിരുന്നു, നിങ്ങൾ ഞാനും കുട്ടികളും പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് പടച്ചവന് പൊരുത്തമില്ലാത്ത ഒരു അന്നം വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, വെള്ളം വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ. സ്വഹാബികൾ അങ്ങനെ കൊണ്ടുവരൂല്ല, പക്ഷേ ഉത്തരവാദിത്ത പൂർത്തീകരണമാണ് ഇത്. സ്വഹാബിയാത്ത് പുറത്ത് പണിക്ക് പോകുന്ന ഭർത്താക്കന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞിരുന്നു എന്ന് ചരിത്രം പറഞ്ഞാൽ, ഇന്ന് പലിശയുടെ വർത്തമാനം ഭർത്താവ് പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല, വഞ്ചനയിലൂടെ പണമുണ്ടാക്കിയത് പറഞ്ഞാലും നമ്മൾ ചിരിക്കുകയാണ്. കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തിയിട്ട് ലാഭം കിട്ടിയെന്ന് നിന്നോട് പറഞ്ഞാലും കാമാ പറഞ്ഞ് തിരുത്താത്ത പ്രിയപ്പെട്ട പെണ്ണുങ്ങളോ, തിന്നാൽ മതിയോ, കുടിച്ചാൽ മതിയോ, ആഘോഷിച്ചാൽ മതിയോ, ആഡംബര ആഭാസത്തിൽ ഏർപ്പെട്ടാൽ മതിയോ, മരിക്കണ്ടേ. അവിടെയാണ് ഖാസിം ഉസ്താദിനെ വായിക്കേണ്ടത്, അവിടെയാണ് ഖാസിം ഉസ്താദിനെ വായിക്കേണ്ടത്. ദീർഘമായൊന്നും പറയേണ്ടതില്ല, പറയുന്നുമില്ല. ഒരു 3 സ്വലാത്ത് എല്ലാവരും ഉറക്കെ ചൊല്ലിക്കുക. ദുന്യാവ് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കിട്ടും. ദുന്യാവിന് വേണ്ടി ശ്രമിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല, ശ്രമിച്ചിട്ടില്ലെങ്കിലും കിട്ടും ചെയ്യും. ദുന്യാവിന് വേണ്ടി ഒരു പണിയെടുക്കാത്ത, ആ കാര്യം തീരെ ശ്രദ്ധിക്കാത്ത എത്ര ആളുകൾ വലിയ മലയാളിമാരായിട്ടുണ്ട്. കാരണം വാപ്പാൻ്റെ അനന്തര സ്വത്ത് കിട്ടൂലേ, പക്ഷെ ആഖിറത്തിൽ ഉമ്മാൻ്റെ വാപ്പാൻ്റെ അനന്തര സ്വത്ത് കിട്ടുമോ? ഇവിടെ അനന്തര സ്വത്ത് കിട്ടൂലേ, പണിയെടുക്കണോ? ആഖിറത്തിൽ അനന്തര സ്വത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ഇവിടെ ഏക്കറക്കണക്കിന് സ്ഥലം മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് മരിച്ച വാപ്പാരുണ്ടാവും. അതേ വാപ്പാരോട് ആഖിറത്തിൽ മക്കള് ഒരു നിസ്കാരത്തിൻ്റെ പൊട്ട് ചോദിച്ചാൽ തരൂല. വാപ്പേ, എൻ്റെ ത്ലാസിൽ കുടുങ്ങി കൊടുക്കണേ, ഞാൻ ഒരമലും കൂടി കിട്ടിയാൽ നന്മൻ്റെ ത്ലാസ് താന്നിട്ട് എനിക്ക് രക്ഷപ്പെടാം, അതുകൊണ്ട് നിങ്ങളെ നിസ്കാരം മൊത്തം എനിക്ക് വേണ്ട, ആ തറാവിൻ്റെ ലാസ്റ്റ് ഒരു റക്കയത്തുണ്ടല്ലോ ഒന്ന് എനിക്ക് വിട്ടെന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. തിരിഞ്ഞു നോക്കൂല ആഖിറത്തിൽ വാപ്പ. ഇവിടുന്ന് പറമ്പ് തരും, ഇവിടുന്ന് കിഡ്നിയും തരും, ലിവറും തരും, നരമ്പും തരും, ചോരയും തരും, അവിടുന്ന് ഒരു സുജൂദിൻ്റെ കഷ്ണം തരൂല. അവിടെ അനന്തര സ്വത്തുമില്ല. ഇത് തലേ കയറി ഖാസിം ഉസ്താദിന്റെ അവരധ്വാനിച്ചു. ഇത് തലേ കയറി കണ്ണിയത്ത് ഉസ്താദിന്റെ അവരധ്വാനിച്ചു. ഇത് തലേ കയറി ശംസുലമയുടെ അവർ ഈ ആയത്തോതിയിട്ട് പൊട്ടിക്കരഞ്ഞു. ഇത് തലേ കയറി ഇമാമിയങ്ങളുടെ അവർ രാവും പകലും പരലോകത്തിന് വേണ്ടി പാടുപെട്ടു. ഇത് തലേ കയറിയില്ല നമ്മൾ ദുന്യാവിന് വേണ്ടി പരക്കം പായാണ്. ഔലിയാക്കളാക്കി അവരെ ഔലിയാക്കളാക്കിയത് ദുന്യാവിനെ തൊലാക്കല്ലേ. അതാണ് ഔലിയാക്കളായത് ദുന്യാവിനെ വലിച്ചെറിഞ്ഞപ്പോഴാണ്. എന്നിട്ട് നമ്മളെപ്പോഴും അവരുടെ അടുത്തൊക്കെ പോണത് ദുന്യാവ് കിട്ടാനാണ്. എന്താണോ അവർ വലിച്ചെറിഞ്ഞത് ആ എച്ചിൽ പെറുക്കാനാ അവരുടെ അടുത്തേക്ക് നമ്മൾ ദിക്ർ വാങ്ങാൻ തന്നെ പോണത്. കീശേര് വലിയുള്ളായി മാമൂലയുടെ കാലത്ത് അവിടെ എപ്പോൾ പോയാലും കുറേ ആളുകളുണ്ടാവും. ഭൂരിഭാഗം വന്നത് പാസ്പോർട്ട് ശരിയാവാൻ, വിസ ശരിയാവാൻ, മരോള് പ്രസവിക്കാൻ, ചെറിയ മോള് കല്യാണം കഴിക്കാൻ, ഇമാൻ സലാമത്തായി ജീവിച്ച് മരിക്കാൻ വന്നത് കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. മക്ബറയിൽ എവിടെ പോയാലും എണ്ണ നീർച്ചാക്കുന്ന ആൾക്കാർ, ജാറ മൂടാൻ തുണിയേറ്റ് വരുന്ന ആളുകൾ, അവിടെ ഫാത്തിഹ ദുആ ചെയ്യുന്ന ആളുകൾക്ക് കൈമുടക്ക് കൊടുക്കുന്ന ആളുകൾ, 1000 ആളുകൾ വന്നാൽ 800 ആളുകളുടെയും ആവശ്യം ദുന്യാവായിരിക്കും. അത് തെറ്റാന്നല്ല, പക്ഷെ അത് മതിയോ? ദുന്യാവ് അങ്ങനെയാണ് നടന്നു പോകൂലേ. നുറഖിയു ദുന്യാന ബിതംസീഖി ദീനിനാ വലാ ദീനുനാ യബ്ഖാ വലാ മാ നുറഖിയു. കോടാനക്കോടി രൂപ കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചയച്ച അതേ ദിവസം തന്നെ മകള് ഭർത്തൃ വീട്ടിലേക്ക് മണിയറ പ്രതീക്ഷിച്ചുകൊണ്ട് ആഡംബര വണ്ടിയിൽ ചീറിപ്പോഞ്ഞ സമയത്ത് ആക്സിഡന്റിലൂടെ റോഡിന്റെ സൈഡിൽ ചതഞ്ഞരിഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ആ ചതഞ്ഞരിഞ്ഞ് കഷ്ണമായ പ്രിയപ്പെട്ട സുന്ദരിയായ മകളുടെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു വാപ്പ മകളെ കവളത്ത് മുത്തം വെച്ചുകൊണ്ട് പറഞ്ഞു, മോളെ
ക്ഷമിക്കണേ. മണവാളന്റെ മണിയറയിലേക്ക് ആഭരണം വാങ്ങുന്ന സമയത്ത്, മണവാളന്റെ മണിയറയിലേക്ക് ബ്ലൗസ് വാങ്ങുന്ന സമയത്ത് ഉപ്പാന്റെ കുട്ടി മരിച്ച ശരീരം കവർ ചെയ്യാനുള്ള കഫൻ തുണി വാങ്ങാൻ ഞാൻ മറന്നുപോയി മോളെ, എന്നോട് ക്ഷമിക്കണേ. ഒരു നിമിഷം കൊണ്ട് ചിരിച്ചു പോകുന്നത് കരച്ചിലായി മാറുകയാണ്. ഒരു നിമിഷം കൊണ്ട് തുള്ളൽ അടങ്ങുകയാ. അല്ലാഹ് എല്ലാത്തിനും മതിയായവനാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ വിചാരം നമ്മുടെ പഴയകാല ഉമ്മമാരെ തലയിലങ്ങ് കുടിയിരുന്നിരുന്നു, കൽബിലങ്ങ് അരച്ചു കയറിയിരുന്നു. അതുകൊണ്ട് പാതിരാവിൽ അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നു. മഗ്രിബ് ഇശാക്കിടയിൽ അവർ സൂറത്തുൽ വാഖിയോ സൂറത്തുൽ മുൽക്കും പതിവാക്കിയിരുന്നു. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശൈഖാ വഹിയ തഫൂർ. ഒരു റൂമിൽ നിന്ന് സൂറത്തുൽ മുൽക്കാണെങ്കിൽ മറ്റൊരു റൂമിൽ നിന്ന് ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിയ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ. മറ്റൊരു റൂമിൽ നിന്ന് വല്യമ്മ സൂറത്ത് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അപ്പൊ വല്യമ്മാന്റെ നേതൃത്വത്തിൽ കൊലായിൽ നിന്ന് പേരക്കുട്ടികളും കുട്ടികളൊക്കെ കൂടെ ഹദ്ദാദ് ചൊല്ലുകയാണ്. ആ വീട് കൊച്ചുകൂരയാണ്, ചിമ്മിണി വിളക്ക് കത്തിച്ചിരുന്ന വീടാണ്. അന്ന് ആ വീട്ടിൽ ഡിപ്രഷൻ ഇല്ല, വിഷാദ രോഗമില്ല, പേറ് കീറാകുന്ന അപകടമില്ല, പെടുന്നനെയുള്ള മരണങ്ങളില്ല, പെൺകുട്ടികൾ ചാടിപ്പോകുന്നവരല്ല, ആൺകുട്ടികൾ സിനിമ കാണുന്നവരല്ല, ലഹരി ബാധിതനായ പ്ലസ് ടുക്കാരനില്ല. മനസമാധാനത്തോടെ ജീവിക്കുന്നു, മനസമാധാനത്തോടെ വെള്ളിയാഴ്ച രാവിൽ ചിരിച്ചു മരിക്കുന്നു. അത് എന്തൊരു നല്ല കാലമാണ്. ഇന്ന് കാലം മാറിയില്ലേ, കോലം മാറിയില്ലേ, സെക്സ് നിർത്തമാടുകയല്ലേ, ലഹരിയുടെ മഹാമാരി പടർന്ന് പന്തലിക്കുകയല്ലേ, ഫാഷൻ നാട് കീഴടക്കിയില്ലേ, ആർഭാടം മുത്തക്കയങ്ങളിൽ വരെ ചേക്കേറിയില്ലേ, കല്യാണ മണ്ഡപങ്ങളിൽ നിസ്കാരം കുറഞ്ഞില്ലേ, ആർഭാടങ്ങൾ കൂടിയില്ലേ, ആത്മഹത്യകൾ വർദ്ധിച്ചില്ലേ, പെടുന്നനെയുള്ള മരണങ്ങൾ കൂടിയില്ലേ, മാരക രോഗങ്ങൾ വർദ്ധിച്ചില്ലേ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. എല്ലാത്തിനും കാരണം നമ്മളല്ലേ. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ആമീൻ പറയും. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ വാല് ഞാൻ നിർത്തും. കാരണം വെള്ളിയാഴ്ച രാവാണ്, നിങ്ങൾ 7 മണിക്ക് വന്നിരിക്കുന്ന ആൾക്കാരുമാണ്. ഞാൻ നിസ്കാരം കഴിഞ്ഞ ഉടനെ വന്ന് പ്രസംഗം തുടങ്ങി. ഒരു അരമണിക്കൂറും കൂടി നമുക്ക് പറയാം. ഒരു 3 സലാത്തും കൂടി എല്ലാവരും ചൊല്ലി. പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് നിർത്തും. 3 സലാത്തും കൂടി ചൊല്ലിയാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ. എന്താ അറിയാ ആണുങ്ങളെല്ലാവരും താഴെ നിന്ന് എണീറ്റാണ്, താഴെ ഇരിക്കണം കേട്ടോ, എല്ലാവരും എണീറ്റാണ്. ആണുങ്ങളെല്ലാവരും ആ കസേര എടുത്ത് ഒന്നും കൂടി കണ്ട് വലിഞ്ഞു വരുമോ. ഓരോരുത്തരെ കസേര എടുത്താൽ മതി. കുട്ടികളുള്ളവരും പ്രയാസപ്പെടുന്നവരും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണർത്തണ്ട, അവിടെ ഇരുന്നോളിട്ടോ. അല്ലാത്തവർ 2-3 സ്വകാര്യം പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്ത് പിരിയാനാ. അൽഹംദുലില്ലാ, അള്ളാഹു തആല കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇങ്ങോട്ട് മുന്നേക്ക് വരിട്ടോ. അങ്ങോട്ട് ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ ആകെ കാര്യങ്ങളൊക്കെ ദുർഘടമാണ്, വഴികളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കണ്ട, ഇവിടെ ചാളിട്ടോ. പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പോയിക്കോട്ടെ. ശ്രദ്ധിക്കണേ, ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം. വഴികളൊക്കെ അടഞ്ഞു പോയി. കാരണം കൽബും ശരീരവും നമുക്ക് പടച്ചവന് കൊടുക്കാൻ ഒരുപാട് വീഴ്ചകൾ നമ്മുടെ ആയുസ്സിൽ സംഭവിച്ചു. ഇനി അല്ലാഹു തആല അതൊക്കെ പൊരുത്തപ്പെട്ട് തരാനും
നമുക്ക് നന്മയുടെ വാതിലുകൾ തുറന്നു തരാണ്, നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കാനും. നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച ഹബീബായ നബി സൗഭാഗ്യത്തിൻ്റെ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. എന്തായാലും ദീനിന് വേണ്ടി സംഭാവന കൊടുക്കുക എന്നുള്ളതാണ്, വേറൊന്നുമില്ല. ഇവിടെ പള്ളിക്ക് വേണ്ടി പറമ്പ് വാങ്ങിയിട്ടിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടെടുത്തോളം 18 ലക്ഷം റുപ്യോളം അതിനായിട്ടുണ്ട്. 10 ലക്ഷം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി 8 ലക്ഷം കൊടുക്കാനാണ്. 12 കൊടുത്ത് ഇനി 6 ലക്ഷം കൊടുക്കാനാണ്. 6 ലക്ഷം നിങ്ങളുടെ എല്ലാവരുടെയും ബോധത്തിലുണ്ടാവണം. 6 ലക്ഷം ഇവിടുന്ന് ഈ സമയത്ത് പിരിക്കാൻ മാത്രം വലിയൊരു സാസുപാടില്ല. അപ്പം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയാണ്. അതോടുകൂടി അതിലേക്ക് വല്ലതും തരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആണോ പെണ്ണോ തന്നാൽ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവ് ഇൽമിൻ്റെ മജ്ലിസ് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. അത് ഇവിടെ നിന്ന് കൊടുത്താലേ പറ്റുള്ളൂ. നാളെ മറ്റന്നാളൊക്കെ അങ്ങ് കൊടുക്കാം, വെള്ളിയാഴ്ച രാവായി കിട്ടൂല. ഇനി സദസ്സ് കഴിഞ്ഞ് വാതിലിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരെ കൈ കൊടുക്കാം, അത് മജ്ലിസിലാവൂല. മജ്ലിസിൽ വെള്ളിയാഴ്ച രാവിലെ കൊടുക്കുക എന്നുള്ള മഹത്വം കിട്ടണമെങ്കിൽ ഇപ്പം കൊടുക്കണം. ഇവിടെ ഖബർസ്ഥാൻ ഉണ്ടോ? ആ, എവിടെയാണെങ്കിലും പള്ളീൻ്റെ ഉത്തരവാദിത്തമല്ലേ എല്ലാവരും കൊടുക്കല്. കാരണം മരിച്ചാൽ പാർലമെൻറ്റ് ഏതായാലും കൊടുത്താക്കൂല, മരിച്ചാൽ കൊടുക്കണത് പള്ളി സമീപത്തേക്കാണ്. അപ്പോൾ ഏത് പള്ളിപ്പറമ്പിലാണെങ്കിലും കെടുക്കുകയാണെങ്കിൽ നമുക്ക് പള്ളിപ്പറമ്പിലേക്ക് പൈസ കൊടുത്ത് എളുപ്പത്തിൽ കെടുക്കാം. എളുപ്പത്തിൽ കെടുക്കാന്ന് പറഞ്ഞാൽ കെടുത്ത് എളുപ്പമായി കിട്ടുന്നു, അല്ലെ വേഗം പോയി കെടുക്കാന്നല്ല. ആ കെടുത്തുന്ന സുഖമായി കിട്ടണ്ടേ? നമ്മുടെ നോട്ടത്തിൽ അതിഭീകരമാണ് ഖബർ. മരിച്ചു കഴിഞ്ഞാലുള്ള ഒരു അനുഭവങ്ങളും നമ്മുടെ നോട്ടത്തിൽ കിട്ടൂല, ക്യാമറയിലും കിട്ടൂല. ആകെ കിട്ടുന്നത് ഖബറിൻ്റെ ആകൃതിയാണ്. അത് നോക്കുമ്പോൾ തന്നെ അതിഭീകരമാണ്. മറ്റൊന്നും നമ്മളെ ക്യാമറയിൽ കിട്ടൂല. മുങ്കറിനെ കയറി ക്യാമറയിൽ കിട്ടുമോ? ചോദ്യം ചെയ്യൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയോ? ചെവിടുകൊണ്ട് കേൾക്കാൻ കഴിയോ? ഇല്ല. മരിച്ചൊരു മനുഷ്യൻ്റെ നെക്സ്റ്റ് പോയിന്റിൽ നമ്മുടെ കണ്ണിന് കീഴ്പ്പെടുന്നതും ക്യാമറയിൽ വരുന്നതും ഒന്നേ ഒന്ന് മാത്രമാണ്. അത് കിടക്കാൻ വേണ്ടി കുഴിച്ചിടപ്പെട്ട ഖബർ മാത്രമാണ്. അത് നമ്മുടെ നോട്ടത്തിൽ അതിഭീകരമാണ്. നമ്മുടെ നോട്ടത്തിൽ തന്നെ ഭീകരമാണ്. ഇനി പോയി കിടക്കുന്ന ആളെ കയ്യിൽ സ്വത്തും കൂടി ഇല്ലെങ്കിൽ കൊടും ഭീകരമായിരിക്കും. അത് നമ്മൾ കാണാത്ത ലോകമാണ്. മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണുന്നൊരു ഭാഗമുണ്ട്, കാണാത്തൊരു ഭാഗമുണ്ട്. കാണുന്നതിന് ഭീകരമാണ്. അവിടെ പോയി കിടക്കുന്ന ആള് ഫാസിക്കാണെങ്കിൽ, പോയി കിടക്കുന്ന ആള് ശരിയല്ലെങ്കിൽ ആ ഖബറിൻ്റെ ഒരു കളി കളിക്കാണ്ട് അത് നമ്മൾ കാണൂല. ഓ മാത്രമേ അനുഭവിക്കുള്ളൂ, നമ്മൾ കാണൂല, നമ്മളെ ക്യാമറയിൽ വിടൂല്ല. അങ്ങനെ എന്തല്ലാണ്ട് കൊറോണ നമ്മൾ കണ്ടുക്കണോ? കാണാത്തൊക്കെ ഇല്ല എന്ന് പറയണമെങ്കിൽ കൊറോണൻ്റെ അവിടെ നിന്ന് തുടങ്ങണം നിഷേധിക്കല്. കൊറോണ ഉണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞിരുന്നില്ലേ എല്ലാവരും? കൊറോണയിൽ എല്ലാവരും ഷാത്തലിമല്ലിന്നില്ലേ? മനസ്സിൽ ഉറപ്പിച്ചിട്ട് നാവുകൊണ്ട് ഉറക്കെ വെളിവാക്കി പറഞ്ഞിരുന്നു കൊറോണ ഉണ്ട് 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 പറഞ്ഞെന്ന് മാത്രമല്ല, മുഖം മൊത്തം മൂടി കെട്ടിയിരുന്നില്ലേ? ഞാൻ ആ കാലത്ത് 75 വയസ്സുള്ള ഒരാളോട് എന്തൊക്കെയുണ്ട് മോനെ വിശേഷം എന്ന് ചോദിച്ചു. കാരണം ഇങ്ങനെ കെട്ടിയപ്പോൾ ആളറിയണില്ല, അത് ഊരിയപ്പോഴാണ് തന്തപ്പൊടിയെന്ന് മനസ്സിലാവുന്നത്. ഇത് മുമ്പിലുള്ള ആണോ പെണ്ണൊന്നും കൂടി തിരിച്ചറിയാത്തൊരു സമയമില്ലായിരുന്നു. കാരണം എല്ലാവരും മുഖം മൂടി കെട്ടി അടക്കായിരുന്നു. പെണ്ണ് മുഖം മറക്കണോ വേണ്ട എന്നുള്ള അഭിപ്രായവ്യത്യാസം കൊടുമ്പരി കൊള്ളായിരുന്നു കേരളത്തിൽ. അപ്പം അല്ല പറഞ്ഞു പെണ്ണല്ല ആണുകൊണ്ട് മറച്ചാളിന്ന് പറഞ്ഞു. ആ സാധനത്തിന് നമ്മൾ ആരെങ്കിലും കണ്ടിണോ? ഇല്ലല്ലോ. അപ്പൊ കാണാത്തതിൽ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കണ്ണിൽ പെടാത്തതും നമ്മുടെ പഞ്ചയത്രത്തിന് ഒതുങ്ങാത്തതും ഇല്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് വിശ്വസിക്കുന്ന കാര്യങ്ങളെ നമ്മൾ തള്ളേണ്ടി വരും ശാസ്ത്രീയമായിട്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഖബറിൽ നമ്മൾ കാണുന്നൊരു ഭാഗമുണ്ട്, അത് ഭീകരമായ ആ മണ്ണറയാണ്. ഞാൻ അതിൽ നമ്മൾ കാണാത്തൊരു ഭാഗമുണ്ട്, അത് ക്യാമറയിൽ കിട്ടൂല, അത് മരിച്ചുപോയ മയ്യത്ത് മാത്രം അനുഭവിക്കുന്നതാണ്. അത് ഭീകരമായിരിക്കും, പിടിച്ചിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നന്നായിട്ട് ആമീൻ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ വേണ്ട ആ കുഴിച്ചിട്ട ഖബറിന് അവിടെ പോയിട്ട് ആ മണ്ണിൻ്റെ മേലെ നിന്നിട്ട് കീപ്പിട്ടൊക്കെ നോക്കാണ്, നമുക്ക് കിടക്കാനുള്ള സ്ഥലമാണ്. പള്ളിക്കാട്ടിലേക്ക് അങ്ങ് പോയാൽ മീസാന്റെ അരികിൽ കുഴിച്ചിടപ്പെട്ട ചെടികളിൽ നിന്ന് ഓരോ പൂക്കളും നമ്മെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ഞാൻ വളർന്ന് വലുതായതും പെട്ടെന്ന് മുട്ടിട്ട് വിടർന്നതോ എനിക്ക് നിന്നെ പോലെയുള്ള ഒരാളുടെ തല എനിക്ക് വളമായി കിട്ടിയത് കൊണ്ടാണ് മോനെ. പള്ളിക്കാട്ടിലെ മൈലാഞ്ചിക്കൊമ്പ് പാട്ടുപാടി പറയുന്നത് നമ്മോട് ഫ്രഷായ വളം കിട്ടി എന്നാണ്. പള്ളിക്കാട്ടിലുള്ള മരങ്ങളും ചെടികളൊക്കെ പെട്ടെന്ന് വളരുമല്ലോ. നിങ്ങൾ കണ്ടുകണത് ഇപ്പം എൻ്റെ പള്ളിക്കാട് ഇപ്പോൾ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വൃത്തിയാക്കിയാലും പിന്നെ വളരും. കാരണം എന്താ? നല്ല പസർമയാണ് വരുന്നത്. ആ കർമ്മസൊക്കെ തിന്നാൻ എന്ത് ടേസ്റ്റാന്ന് അറിയോ? കാരണം എന്താ? ചാണകല്ല, വല്യപ്പൻ്റെ തലച്ചോറാ വളമായിട്ടിട്ടുണ്ട്. അതാണ് പള്ളിക്കാട്ടിൽ ചക്ക ഒന്ന് നിന്ന് നോക്കാണ്, ഉരുണ്ട നല്ല മധുരമുള്ള ചക്കായിരിക്കും. കാരണം എന്താ? അതുല്ലാജിൻ്റെ ലിവറും ഇറച്ചിയും ചോരയും
മജ്ജി തലച്ചോറൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടാണ് ചക്ക ഉരുണ്ട് വരുന്നത്. നാളെ ചക്കക്ക് വളരാനുള്ള വളം മാത്രമാണ് കുട്ടികളെ നമ്മള്. മൈലാഞ്ചി കൊമ്പിനെ പിടിച്ച് വളർന്ന് പന്തലിക്കാനുള്ള വെറും വളം മാത്രമാണ് നമ്മൾ ഈ കൊഴുത്ത് തടിച്ച മാംസം. വേറെന്താ? നമ്മൾ കൊഴുത്ത് തടിച്ചാൽ ആകെ നേട്ടം മൈലാഞ്ചി കൊമ്പിനും പുഴുക്കൾക്കുമാണ്. പുഴുക്കൾക്ക് നേട്ടം, കാരണം വാരി വലിച്ച് മുണുങ്ങുവര്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷം വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദര, എന്നാൽ കടക്കും നീ സുറൂറായി മറുകര. അതുകൊണ്ട് ഇതൊക്കെ വളരെ ഗൗരവം. ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ സമയം നമുക്ക് വേണം. സമയം അങ്ങനെ കളഞ്ഞുകൊണ്ട് എന്താ കാര്യമുള്ളത്? ജനിച്ചതും പ്രശ്നമല്ല, മരിച്ചതും പ്രശ്നമല്ല, ഇടയിൽ എന്ത് നടന്നു എന്നുള്ളതാണ് പ്രശ്നം. ജനിക്കാപ്പം എല്ലാവരും ജനിക്കൂലേ? അത് ജനിച്ചാൽ അങ്ങനെയാണ്, മരിച്ചാൽ സ്വർഗത്തിലാണ്. കുല്ലു മൗലൂദിൻ യൂലദുൽ ഫിത്ര, ഒരു കുഴപ്പമില്ല. അപ്പം ജനിച്ചത് നമ്മളെ വിഷയമല്ല, മരിച്ച നമ്മളെ വിഷയമല്ല. വിഷയം എന്താണ്? ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള. നമ്മൾ ഈ പള്ളിപ്പറമ്പിലൊക്കെ പോയാൽ കാണാം, ജനനം മരണം രണ്ടോടെ എഴുതി കാണാം. മരണം 2013, 2011, 2010. ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ കണക്കൂട്ടിയാൽ 1950. അപ്പോൾ 2025 മരിക്കുകയാണെങ്കിൽ 2025, 2000 മരിച്ചാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു 65, 75 അല്ലെങ്കിൽ 50 കൊല്ലത്തോളം ഒരു 60, 70 തൂക്കമുള്ള ഒരു ഇറച്ചി ഇങ്ങനെ നടന്നപ്പോൾ അതിൻ്റെ അർത്ഥം വേറെന്താ? അതിൻ്റെ അർത്ഥം എന്നാൽ ഇറച്ചിക്ക് എന്തെങ്കിലും മാർക്കറ്റ് ഉണ്ടോ? മനുഷ്യൻ്റെ ഇറച്ചിക്ക് മാർക്കറ്റ് ഉണ്ടോ? ഇല്ല. ഇറച്ചി മാർക്കറ്റുള്ളത് പോത്തിനാണ്, മനുഷ്യനല്ല. ഇറച്ചി മാർക്കറ്റ് പോത്തിനുണ്ട്. നമ്മൾ പറയലില്ലേ 1.5 കിൻഡൽ തൂക്കുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മൾ അതന്നെ വാങ്ങാം, നല്ല പോത്താന്ന് അറിയും. നേരെ കുറച്ച് ഇന്ന് വരെ നമ്മൾ പറയണ നമ്മൾ സുലൈഖാൻ അബോക്കാനെ കൊണ്ട് കെട്ടിക്കാൻ 150 കിലോ തൂക്കുണ്ടെന്ന് അറിയില്ലുണ്ടോ? തടിമാടന്മാരെ പുതിയാപ്പിളാക്കണ ഏതെങ്കിലും ആൾക്കാർ അന്തകമ്മികളുണ്ടോ? ഇന്ന് വരെ അങ്ങനെ കുടുംബത്തിൽ ചർച്ച കേട്ടുക്കണോ? നമ്മളിഞ്ഞ് വേറെ കൊടുക്കും വേണ്ട, 110 കിലോ തൂക്കല്ലേ അദ്രമാനെ, ഓനക്കല്ലാതെ ആർക്കാ കെട്ടിച്ചു കൊടുക്കാന്ന് പറയലുണ്ടോ? കാരണം ഇറച്ചിൻ്റെ മാർക്കറ്റ് ഉള്ളത് പോത്തിനാണ്, അത് അദ്രമാനല്ല. അദ്രമാൻ്റെ മാർക്കറ്റ് വേറെയാണ്. അവിടെ നമുക്ക് മാർക്കറ്റ് ഉണ്ടോ നോക്കണം. നമ്മളിത് ചിക്കനും മട്ടനും കുട്ടനും തട്ടിയിട്ട് പള്ളങ്ങനെ പഴയ പള്ളീൻ്റെ മിഹ്റാബ് വരെ ഊർപ്പിക്കണം. പഴയ പള്ളിക്കൊരു മിമ്പർ ഉണ്ടായിരുന്നു, മിഹ്റാബൊക്കെ. അത് പുറത്തൊക്കെ ഇങ്ങനെ തുറച്ച് തള്ളി നിൽക്കും. അതേമാതിരിയാണ് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇവിടെ ഇല്ല കേട്ടോ, വാതിൽ വന്നിരുന്ന പള്ളൊക്കെ കൂടി മടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കല. സ്വാഭാവികമായിട്ടും വയറുള്ള ആളുകളുണ്ടാവും. ഈ സാസിലുണ്ട്, എൻ്റെ വളരെ അടുത്ത വലിയ ആളുകൾ ഈ സാസിലുണ്ട്, മുത്തക്കൈങ്ങൾ. ഇവിടുത്തെ കാസിം ഉസ്താദ് കണ്ട ഉടനെ കെട്ടിപ്പിടിച്ചിട്ട് കവളത്ത് മുത്തിയിരുന്ന വലിയ മഹാന്മാർ സ്റ്റേജിലുണ്ട്. അവർ വയറുള്ളവരാ. വയറുള്ളതിന് പ്രശ്നമില്ല, നമ്മൾ തിന്നാനായിട്ട് ജീവിക്കരുതെന്ന് പറഞ്ഞു. ഇന്നത്തെ ചെറുപ്പക്കാരെയാണ് ഞാൻ ലാക്കാക്കണേ, വേറെ ഒന്നുമല്ല. വയറിപ്പോൾ എനിക്കുണ്ടല്ലോ. എൻ്റെ സെക്രട്ടറി മിഞ്ഞാന്ന് ഇവിടെ അങ്ങനെ മേടിയിട്ട് തന്നെ വയറ് കൂടി പറഞ്ഞിട്ടാ. വയറ് കൂടണേ പ്രശ്നമല്ല, പക്ഷെ അതിന്റെ മാർക്കറ്റ് നമുക്കില്ല. അത് കൂടുതൽ പുഴുക്കൾക്കാണ് ലാഭം. കാരണം ചിതലും പുഴക്കളും താവളം പേരുത്തുണ്ടതിൽ സന്തോഷമാണ് വർക്ക് നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ഈ ശരീരം ഇതൊക്കെ ബടക്കാക്കിയത് നമ്മളെ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് അയ്ദിന്നാസ്. ലഹറൽ ഫസാദു എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായി. ഷുഗർ, പ്രഷർ, പ്രമേയം, എല്ലാ കുഴപ്പങ്ങളും, അറ്റാക്ക്, ക്യാൻസർ, ഫിൽ ബർരി ശരീരത്തിൽ, വൽ ബഹരി ഖൽബിലും. അറ്റാക്ക് വരെ വരുന്നത് ബിമാ കസബത്ത് അയ്ദിന്നാസ്, നമ്മൾ ഒപ്പിക്കലുകൊണ്ടാണ്. അതിനൊരു ഇഷാറത്ത് അങ്ങനെയാണ്. അപ്പോൾ ബറും ബഹറും കേടെത്തിയ നമ്മളാണ്. ശരീരം ഒരു ബറാണ്, കൽബൊരു ബഹറാണ്. നമ്മൾ വലിയ ആലിമീങ്ങളെ കുറിച്ച് പറയുന്ന ബഹറാണെന്നല്ലേ, കൽബിന്റെ സ്വത്തിനെ കുറിച്ചാണ് ആ പറയുന്നത്, അല്ല പോക്കറ്റിലുള്ള മണിയെ കുറിച്ചല്ല പറയുന്നത്. അതിന്റെ ബഹറാണ്. കണ്ണീസ്താവ് ബഹറായിരുന്നു, ശംസുൽ ബഹറായിരുന്നു. കാരണം എന്താ? കൽബന്റെ ഒരു ബഹറാണ്. അവിടെ ഉണ്ട് കപ്പല്, അവിടെ ഉണ്ട് തോണിക്കാരൻ, അവിടെ ഉണ്ട് മത്സ്യങ്ങൾ,
അവിടെ ഉണ്ട് മുത്തും പവിഴവും. ആ ബഹറിന് നീന്തി പോണ്ടേ, ആ ബഹറിൽ നീന്തി പോണ്ടേ. ഹവയുടെ പുഴയിൽ ഒഴുകിയാലോ ഇത് ചെന്നെത്തുന്ന അറ്റം നരകമായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. فمن كان يرجو لقاء ربه فليعمل عملا صالحا. മഹാനായ ഖാസിം ഉസ്താദ് എന്ന മഹാമനീഷിയുടെ ഹൃദയത്തിൽ സൂറത്തുൽ കഹ്ഫിന്റെ പര്യാവസാനത്തിൽ പടച്ചവൻ പരത്തി പറഞ്ഞ ആയത്തിന്റെ സാരാംശം കേറിയതാണ് മോനെ. അതുകൊണ്ട് അവർ വീട് നോക്കിയില്ല, വേഷവിധാനം നോക്കിയില്ല, ആഡംബര വണ്ടി വാങ്ങിയില്ല, വിലപിടിപ്പുള്ള വാച്ച് അവർക്ക് പ്രശ്നമല്ല, കിടക്കാൻ തലയിണയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല, സോഫ്റ്റായ ബെഡിന് വാശി പിടിച്ചില്ല. فمن كان يرجو لقاء ربه فليعمل عملا صالحا. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് മുഖത്ത വന്ന സമയത്ത് മുത്തുനബി ചാക്ക് നീക്കുകയാണ്. ഒരു ചാക്കിലായിരുന്നു കിടന്നിരുന്നത്, അതിന് നീക്കുകയാണ്, കട്ടിയുള്ള ചാക്കുന്ന്. അപ്പൊ മുസ്തഫ നബിന്റെ പിറകില് ഈത്തപ്പന ഓലയുടെ ഫോട്ടോസ്റ്റാറ്റ് ആ സോഫ്റ്റായ ആ ശരീരത്തിൽ പതിഞ്ഞത് കണ്ട് വാവിട്ട് കരഞ്ഞു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഉമർ എന്തിനായി കരയുന്നു? നമ്മൾ പറഞ്ഞു, മുത്തുനബിയെ കിസ്റ കൈസറിന്റെ കോട്ടകുത്തങ്ങളിൽ കഴിയുന്ന രാജാക്കന്മാർ കഴിയുന്ന സുഗോലുപതയുടെ പർദീസയിൽ അവർക്കുണ്ടായ കൊട്ടാരവും അവരുടെ എല്ലാ സൗകര്യ സൗഭാഗ്യവും ലോകം തന്നെ പടക്കപ്പെടാൻ കാരണക്കാരനായ മുത്തനബി കിടക്കുന്ന ഈ ചാക്കും ചിന്തിച്ചുകൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണെന്നറിയോ? ഹും അബ്നാഉദ് ദുനിയ നഹ്നു അബ്നാഉദ്ദീൻ യാ ഉമർ മുഹമ്മദ് മുസ്തഫ. ദുന്യാവിന്റെ ആളുകൾക്ക് ദുന്യാവിൽ തന്നെ സുഖം കിട്ടും, നമ്മൾ ആഖിറത്തിന്റെ ദീന്റെ ആളുകളാണ് ഉമറേ. ഇവിടെ കുറച്ച് പൊരുത്തോട്ടെ, എന്നാളെ അവിടെ സോഫ്റ്റ് ആയി കിട്ടൂ എന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് തലയെ കയറണം ആഖിറം. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ഇന്ന് ഇവിടെ ഇശാക്ക് ഓതിയ സൂറത്താണത്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ഖദ് അഫ്ലഹ മൻ തസക്കാ. ഹൃദയത്തിൽ നിന്ന് ചളിവാരി പുറത്താക്കിയവൻ വിജയിച്ചിരിക്കുന്നു, സംശയം വേണ്ട. വദക്കറ സ്മ റബ്ബിഹി. സൃഷ്ടിച്ച് സംരക്ഷിച്ച് തീറ്റിപ്പോറ്റി ശ്വാസോച്ഛ്വാസം നടത്തി വളർത്തുന്ന റബ്ബിനെ ഓർക്കുന്നവനുമാണ്. ഫസല്ല. ജീവിതത്തിൽ നിസ്കാരത്തിൽ കാർക്കശ്യമുള്ളവനുമാണ്. അവൻ വിജയിച്ചു പോയി, പുനഃപരിശോധന വേണ്ട. ബൽ എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ. വിഷയത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയില്ലേ? വിഷയത്തിന്റെ യാഥാർത്ഥ്യം ഞാൻ ഓർമ്മപ്പെടുത്തിയത് പോലെയാണെങ്കിലും നിങ്ങൾ മറ്റൊരു ലോകത്താണ് മക്കളെ. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ. നശിച്ചു പോകുന്ന ദുനിയാവിനെ നെഞ്ചിലേറ്റി കഴിയുന്നവരാണ് നിങ്ങൾ. ഏത് സ്ഥിതിയിൽ വൽ ആഖിറത്തു ആഖിറമാണ് ഖൈറും വഅബ്ഖാ. ശ്രേഷ്ഠമായതും നിലനിൽക്കുന്നതും ഖൈറായതും ആഖിറമാണ്. ദുനിയാവോ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. അവിടെ നമ്മളില്ലെങ്കിൽ കാര്യപകടമാണ്. അതുകൊണ്ടല്ലോ മലക്കുകളൊക്കെ മൊത്തം ഒരു കാലത്ത് ചൊല്ലിയുന്ന ദിക്ർ സുബ്ഹാനല്ലാഹ് എന്ന് മാത്രമായിരുന്നു. അൽഹംദുലില്ലാഹ് എന്ന് അവർ ചൊല്ലാൻ തുടങ്ങിയത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതലാണ്. അതിന് ലോകത്ത് ഔദ്യോഗികമായി ഉച്ചത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് ആദ്യമായി ചൊല്ലിയത് മഹാനരായ അബൂന അബുൽ ബശർ ആദം അലൈഹി ഇസ്ലാമാണ്. സൃഷ്ടിക്കപ്പെട്ട ഉടനെ ഒന്ന് തുമ്മി. അപ്പോൾ അള്ളാഹ് പറഞ്ഞു ഒരു അൽഹംദുലില്ലാഹ് കളി എന്ന് പറഞ്ഞു. അപ്പോൾ ആദം അലൈഹി ഇസ്ലാം തുമ്മിയ സമയത്ത് അൽഹംദുലില്ലാഹ് എന്നല്ലേ. അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് തുമ്മിയാൽ അൽഹംദുലില്ലാഹ് സുന്നത്തായത്. അൽഹംദുലില്ലാഹ് കുറച്ചാലില്ലല്ലോ, ചിരിച്ചാലില്ലല്ലോ, തുമ്മിയുണ്ട്. ഒരു കാലത്ത് മലക്കളൊക്കെ സുബ്ഹാനല്ലാഹ് എന്ന് മാത്രം പറയായിരുന്നു. ആദം നബി തുമ്മി അന്നാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നായി. കാരണം കേട്ട പാടെ അവർ അൽഹംദുലില്ലാഹ് തുടങ്ങി. ഒരു ദിക്ർ പുതിയ കിട്ടിയല്ലേ. കാലം കുറച്ച് കഴിഞ്ഞു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്
നൂഹ് നബി ഇസ്ലാമിൻ്റെ കാലായി. നൂഹ് ഇസ്ലാം ഉറക്കെ പ്രഖ്യാപിക്കാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാ. മലക്കളൈക്കാണ്ട് കൂട്ടി, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ കാലായി. ഇബ്രാഹിം ഇസ്ലാമിനെ ഒരു പരീക്ഷണത്തിൽ അള്ളാഹു തആല ഖലീലാണ് എന്ന് ലോകർക്ക് തെളിയിക്കാൻ വേണ്ടി മകനെ അറുക്കണമെന്ന് കിനാവിലൂടെ അള്ളാഹു തആല അറിയിക്കുകയും ഇബ്രാഹിം ഇസ്ലാം മകൻ അറുക്കാൻ വേണ്ടി തീരുമാനിച്ച് കൊണ്ടുവന്ന് കിടത്തി അറുക്കാനുള്ള പുറപ്പാടിന് സമയത്ത് ഒരു ആടിനെ ഇറക്കി. ഇബ്രാഹിം നബി കണ്ടപാടെ പറഞ്ഞു അല്ലാഹു അക്ബർ. അപ്പൊ മലക്കളേക്ക് മറ്റാണ്ട് കൂട്ടി അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബറായി. അത് ഇക്കുന്നൊരു പോക്കോക്കാണ് നിങ്ങൾ. ഈ ചരിത്രം അങ്ങനെ മുത്തുനബിൻ്റെ മുമ്പിൽ എന്നിട്ട് ജിബ്രീൽ മണിമണിയായിട്ട് പറഞ്ഞപ്പോൾ സംഭവം കേട്ടപ്പോൾ മുത്തുനബിയാണ്ട് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നീ നാലെണ്ണത്ത് നിങ്ങളിപ്പോൾ ചൊല്ലിയാണ്ട് കൂട്ടിക്കാര്യം പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയായി ഒന്ന് ചൊല്ലിയാക്കാണ് ഞാൻ മുഴുവനും കൂടി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒരു മൂന്നെട്ടം ചൊല്ലുക. ഇത് കാസിം ഉസ്താദിന്റെ പ്രത്യേക ദിക്റായിരുന്നത്. ഞാൻ അവരെ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ അവരെ പുസ്തകം വായിച്ചിട്ടുള്ളൂ. പക്ഷെ അവർ പ്രധാനമായി ചൊല്ലിയുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്റിന്റെ മേനെ ഞാൻ പറഞ്ഞു തന്നെയല്ലോ, അതിനാണ്. ഒരു മൂന്നെട്ടം ചൊല്ലിയാക്കാണ് വേണമെന്ന് കരുതി, അങ്ങനെ എണ്ണം പിടിച്ചിട്ടല്ല, എണ്ണല്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇതെന്നും പതിവാക്കിയാൽ നരകം തൊടൂല. അള്ളാഹു ആ കൂട്ടത്തിൽ നരകം തൊടാതെ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. രണ്ടാമത്, നരകം തൊടാതെ സ്വർഗത്ത് പോണോ? വേണോ? വേണ്ടേ? സാമ്പിൾ നോക്കി പോയാൽ മതിയോ? സാമ്പിൾ നോക്കിയിട്ട് അങ്ങോട്ട് പോയാൽ മതിയോ? എന്തെങ്കിലും ഉണ്ടാത്തത്? നേരെ പോകണമെങ്കിൽ സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത് അധികരിപ്പിക്കാൻ തൗഫീക്ക് കിട്ടിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നരകത്തേക്ക് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. നരകത്തേക്ക് പോകാൻ അള്ളാഹു തആല മാറ്റിവെച്ചവർക്ക് സ്വലാത്തല്ലാനുള്ള ഭാഗ്യം കിട്ടൂല. അതിന് അഭിപ്രായ വ്യത്യാസമൊന്നും വേണ്ട. ഞാനൊരിക്കലും ഒരുപാട് ആൾക്കാർ തറാവി 8 നിസ്കരിക്കുന്നവരും നിസ്കരിക്കാത്തവരും എല്ലാ സംഘാടകരും സാമ്പാറായി കൂട്ടിയ സ്ഥലത്ത് ഞാനുണ്ടായ ഒരു പുളിങ്ങാക്കുരുവായിട്ട് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതാണ്. സ്വാഭാവികമായിട്ട് റബിയുൽ അവ്വലായിരുന്നു. അപ്പോൾ ഞാൻ മുത്തുനബിനെ ഇങ്ങനെ പറഞ്ഞ് പേര് പറയുമ്പോൾ ഞാൻ സാസിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു സലാത്തുറക്കെ ചൊല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടിപ്പുറത്ത് നെഞ്ചിൻ്റെ കീപ്പട്ടേക്ക് താടി ഇറങ്ങിയ തറാവി 8 നിസ്കരിക്കുന്ന ഒരു മൗലവി ഉണ്ട്. ഞാൻ മൂപ്പൻ്റെ ചുണ്ടിങ്ങനെ നോക്കിയപ്പോൾ സലാത്തും ചൊല്ലണില്ല. അപ്പം ഞാൻ വെറുതെ ഒന്ന് ചാരി സോപ്പിട്ട് കണ്ടറിഞ്ഞു, മൗലവി സലാത്തിൽ ഇപ്പോൾ നമ്മൾ അഭിപ്രായ വ്യത്യാസം ചെല്ലോ, അതിന് പണ്ട് ഉറക്ക ചെല്ലാൻ വേണ്ടി പറയില്ലേന്ന് വെച്ച്. അതിലിപ്പോൾ എന്താ അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ച്. അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞു, എല്ലാവരും കൂടി സലാത്തല്ലേ ഉറക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അടങ്ങിട്ട് നോക്കി, ആൾ ചുണ്ടങ്ങിയിട്ടില്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസം ഇട്ടില്ലേനു. അതാ പറഞ്ഞത്, നരകത്തേക്ക് പോണ ആൾക്കാർക്ക് സ്വലാത്തല്ലാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വലാത്ത് അധികരിപ്പിച്ചവനോട്ട് നരകത്തേക്ക് പോവില്ല. അഥവാ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് മനുഷ്യനെല്ലാം ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും, മലക്കൊന്നല്ലല്ലോ. ആണോ മനുഷ്യനാണിത്. അപ്പോൾ ജിബ്രീൽ എന്ത് ചെയ്യും? സിറാത്ത് പാലുന്ന ഇങ്ങനത്തെ ആൾക്കാർ വീഴാൻ നേരത്ത് ജിബ്രീൽ പറയും, ഹോദ് പിടിച്ചോ, കയ്യാണ്ട് ഇട്ട് കൊടുക്കും ജിബ്രീൽ. എന്നിട്ട് ജിബ്രീലിനെ ചിറകിൽ ഇങ്ങോട്ട് കൊളുത്തും. എന്നിട്ട് ഈ ജിബ്രീൽ ഇവനേറ്റ് നേരെ സ്വർഗത്തേക്ക് പാറി പറക്കും. അവിടെ കണ്ട് ഇട്ട് കൊടുക്കും. ഈ തെറ്റെഴുതി വെച്ചിട്ട് നരകത്ത് പോകാൻ സമ്മതിക്കൂല, കാരണം ഈ സ്വലാത്തിൻ്റെ ആളാന്ന് പറയും. അവൻ ജിബ്രീലിൻ്റെ ചിറകിലേറിയിട്ട് സ്വർഗത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇന്ന് മുതൽ തീരുമാനം എടുത്തോളി. എന്ത് സ്വലാത്ത് അധികരിപ്പിക്കാം. മൂന്നാമത്തെ ഒരു അമലും കൂടി ഞാൻ പറയാം. അതും സ്വാദുകൊണ്ട് തുടങ്ങുന്ന അമലാണ് സ്വതക്ക. അതിലാണ് ഇപ്പോൾ കുറച്ച് പണിയുള്ളത്. മറ്റേതൊക്കെ ഓക്കെ ഉസ്താദെ, ലാസ്റ്റ് നിങ്ങളാ പറഞ്ഞുണ്ടല്ലോ, അത് വേണ്ടിണ്ടായിരുന്നില്ല. അതാണ് മറ്റേതൊക്കെ ഓക്കെ, ലാസ്റ്റ് നിങ്ങളാ പറഞ്ഞത് ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മളെ കുഴിക്ക് ചാടിക്കണ്ടിണ്ടായിരുന്നില്ല എന്നോർത്തപ്പങ്ങളുള്ളത്. പക്ഷെ പറ്റൂല. ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് അള്ളാഹിനോട് ഖേദിച്ച് പരിതപിച്ച് പൊട്ടിക്കരഞ്ഞ് കെഞ്ചണ എന്തിനാരങ്ങൾ വംഫിഖു മിമ്മ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗതു ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്ദഖ വഅകും മിനസ് സാലിഹീൻ. മരിക്കാൻ സമയത്ത് ചക്രശ്വാസം വലിക്കുമ്പോൾ വേദന കണ്ട് കയറുന്ന സമയത്ത് മയ്യിത്താൻ പോകുന്നതിന് അള്ളാഹിനോട് കെഞ്ചുകയാണ്, പടച്ചോനെ എനിക്ക് അജലും ഖരീബ് തരണേന്ന്. അജലും ഖരീബ് എന്ന് പറഞ്ഞാൽ മൂപ്പൊരു സമയം നിർണ്ണയിച്ചിട്ടില്ല, ഒരു കൊല്ലം ഒരു മാസം ഒരാഴ്ച ഒന്നുമല്ല. ഫാസ്വദക്ക, എനിക്കൊരു 10 ഉറുപ്പ്യ കൊടുക്കാനുള്ള സമയം കിട്ടിയാൽ മതിയെന്ന്.
എനിക്കൊരു 10 ഉറുപ്പ്യ കൊടുക്കാനുള്ള സമയം കിട്ടിയാൽ മതിന്ന്. സുബ്ഹാനല്ലാ, ഞാൻ മൂപ്പര് ധൈര്യം പറയാ വാക്കുമിന സ്വാലിഹീൻ. അങ്ങനെ എനിക്ക് പൈസ കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടിയ സ്വതക്ക കൊടുത്താൽ ഞാൻ സ്വാലിഹികളിൽ പെടും. അപ്പൊ എനിക്ക് സ്വാലിഹായിട്ടൊന്ന് മരിക്കാൻ ഈ എന്ത് ചെയ്യണം? 2 മിനിറ്റ് മതി. എനിക്കൊരു കുറച്ച് പൈസ ഒന്ന് കൊടുക്കണം സ്വതക്ക. അത് അപ്പോഴല്ല ചിന്തിക്കണ്ടേ, ഇപ്പോഴാണ് ചിന്തിക്കണ്ടേ. അങ്ങനെ അപ്പൊ ചാൻസ് കഴിഞ്ഞു. 86,400 സെക്കൻഡ് ഒരു ദിവസം ഒരു മനുഷ്യൻ അള്ള തരുന്നുണ്ട്. എത്ര? 86,400 സെക്കൻഡ് എല്ലാവർക്കും തരുന്നുണ്ട്. രാജാവിനും പ്രജക്കും തൊഴിലാളിക്കും മുതലാളിക്കും ധനാഢ്യനും പാവപ്പെട്ടവനും പണക്കാരനും പണിക്കാരനും എല്ലാവർക്കും 24 മണിക്കൂർ ജീവിച്ചാൽ പടച്ചോൻ ആ 24 മണിക്കൂറിനിടയിൽ തരുന്ന എല്ലാ നിയമത്തും വ്യത്യാസമുണ്ട്. ആരോഗ്യത്തിന് വ്യത്യാസമുണ്ട്, തുണികുപ്പായത്തിന് വ്യത്യാസമുണ്ട്, ഭക്ഷണത്തിന് വ്യത്യാസമുണ്ട്, സമ്പത്തിന് വ്യത്യാസമുണ്ട്, സന്താനങ്ങൾക്ക് എല്ലാ ഭാര്യമാരും ഒരേ നിലക്ക് പ്രസവിക്കൂല, 2 എണ്ണം പ്രസവിക്കുന്ന ഭാര്യമാരില്ലേ. അപ്പൊ എല്ലാം വ്യത്യാസമായിട്ടായിരുന്നു. പക്ഷെ ഒന്ന് മാത്രം ഒരു ദിവസം ജീവിച്ച എല്ലാ മനുഷ്യന്മാർക്കും കക്ഷിപക്ഷ ജാതിമത വർഗവർണ്ണ ഭേദമന്യേ പടച്ചം കൊടുക്കും 86,400 സെക്കൻഡ്. ഈ 86,400 സെക്കൻഡോട് ചിലവർ സ്വർഗത്തിലെത്തും, ചിലവർ നരകത്തിലെത്തും. നമ്മൾ എവിടെ എത്തണമെന്ന് ഇടുന്ന തീരുമാനിക്കണ്ടേ. എന്നാൽ സ്വർഗത്തേക്ക് എത്താൻ ഒരു എളുപ്പമാർഗ്ഗമാണ് പടച്ചോന്റെ മാർഗത്തിൽ പടച്ചോ നൽകിയ പൈസ കൊടുക്കുക എന്നുള്ളത്. അള്ളാഹിന്റെ ഖുർആനിൽ ഒരിക്കലും നിങ്ങളെ പൈസ തരുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹു അസീസാണ്. ഒരു അസീസ് അങ്ങനെ പറയില്ല. ഞാൻ പൈസ പിരിക്കണത് നിങ്ങളെ പൈസയാണ്. പക്ഷെ പടച്ചോ നമ്മളെ പൈസ പിരിച്ചാൽ അള്ളാഹു തല ഒന്നും അല്ലാത്തവനാവില്ലേ? അള്ളാഹു അസീസ് അല്ലേ? അല്ല നിങ്ങൾ പൈസ തരും, നിങ്ങളെ പൈസ തരുന്ന എവിടെയും പറയില്ല. ഞങ്ങളെ ഏൽപ്പിച്ചത് എടുത്തു കൊടുക്കുന്ന പറഞ്ഞത്, ഞങ്ങളെ ഏൽപ്പിച്ചത് എടുത്തു കൊടുക്കുന്ന അല്ല പറഞ്ഞത്. അത് മാന്യനാ. ഇത് കേട്ടില്ലെങ്കിൽ ഏൽപ്പിച്ചയുമ്പോ മുസീബത്ത് വരും. അതാണ് ഏൽപ്പിച്ചയുമ്പോ തന്നെ മുസീബത്ത് വരും. പൈസ ഉണ്ടായിട്ട് ദീനിന് വേണ്ടി ആവശ്യത്തിന് കൊടുക്കാതിരുന്നാൽ ആ പൈസ വെറുതാവില്ല. അത് നമ്മളെ ശരീരത്തിൽ മുഴ ഉണ്ടോ, ലിവറുമലോ കിഡ്നിമലോ ബ്രെയിനുമലോ നരമ്പുമലോ അള്ളാഹു തആല ചെലവാക്കും. പള്ളിമ്മ ചെലവാക്കിയിട്ടില്ലെങ്കിൽ. നേരെ മറിച്ച് പള്ളിക്കും ദീന്റെ കാര്യത്തിനും സ്ഥാപനത്തിനും ഇൽമിനൊക്കെ തന്നാലോ ഇവിടുന്ന് തന്നെ അള്ളാഹു തആല കൂട്ടിത്തരും ചെയ്യും. ലൈൻ ശക്കർത്തും ലാസീദന്നക്കും, പരലോകത്ത് സ്വർഗം തരും. ഇനി ഭാഗ്യവാന്മാരാരാ അത് ശാസ്ത്രം അറിയും ചെയ്യാം.